വിഷയങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞത്. ഒന്നാമത്തത്, ആ വാക്യം തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: മനുഷ്യർ തള്ളിയതെങ്കിലും. സ്തോത്രം. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് പേരെ മനുഷ്യൻ തള്ളിയ സംഭവം ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? സ്തോത്രം. ഒരു സഭായോഗത്തിന് ഇരുത്തി പ്രസംഗിക്കാനുള്ള വിഷയം ആ ഒരു വിഷയം തന്നെയുണ്ട്. കാരണം സ്തോത്രം, ഇവിടുത്തെ കുടുംബക്കാരും സ്വന്തക്കാരും ചാർച്ചക്കാരും വീട്ടുകാരും സമുദായവും സമൂഹവും ഗവൺമെന്റും ഇവരെല്ലാം മനഃപൂർവ്വം തള്ളിയ ഒരു കൂട്ടം ആളുകൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. സ്തോത്രം. ഈ ബൈബിളിന്റെ പ്രത്യേകത, ഇങ്ങനെ തള്ളുന്ന ലോകമാണെന്ന് പറയുക മാത്രമല്ല, മനുഷ്യൻ തള്ളിയവരെ ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വിവിധ സ്ഥലത്ത് നിന്ന് സ്തോത്രം ഈ മലബാറിന്റെ മലഞ്ചെരിവിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുകയും ഈ സന്ധ്യയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരുന്ന് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമക്കൾ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു തിരസ്കരണം, വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലത്തോ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എവിടെയും ആകട്ടെ, ദൈവമക്കൾ എന്ന നിലയ്ക്കോ ദൈവത്തിന്റെ പ്രത്യേക പരിഗണനയിൽപ്പെട്ട ആളുകൾ എന്ന നിലയ്ക്കോ നിങ്ങൾ തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തോളണം, തള്ളപ്പെട്ടവനെ ഏറ്റെടുക്കുന്നത് സർക്കാരല്ല. സ്തോത്രം. ഞാൻ ആത്മീയമാണ് പ്രസംഗിക്കുന്നത്. തള്ളപ്പെട്ടവനെ ഏറ്റെടുക്കുന്നത് ദൈവമാണ്. ഈ രാത്രി നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും എങ്ങനെ മരിക്കാമെന്നല്ല, എങ്ങനെ ജീവിതം തീർക്കാമെന്നല്ല, ഒറ്റപ്പെട്ടവരെ ഏറ്റെടുക്കുന്ന ഏതെങ്കിലും നല്ല അന്വേഷിക്കേണ്ടത്. ഒറ്റപ്പെട്ടവരെയും തള്ളപ്പെട്ടവരെയും ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അറിഞ്ഞാൽ നിന്റെ ആയുസ്സിൽ തള്ളിയവരുടെ മുമ്പ് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരിൽ ചിലരും ഈ വേദപുസ്തകത്തിലെ നൂറുകണക്കിന് കഥാപാത്രങ്ങൾ ഒരുപാട് പറയും. തള്ളിയവരെ മറക്കാത്തൊരു ദൈവമുണ്ട്. എത്രയോ പേർ നമ്മുടെ യോസേഫിനെയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? സ്വന്തം സഹോദരങ്ങൾ തള്ളിയവരാണ്. എന്റെ ദൈവം അവനെ ഏറ്റെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. വീട് പണിക്കാർ തള്ളിയ കല്ലാണ് യേശുക്രിസ്തു. അവരെ ദൈവമായ കർത്താവ് ഉയർത്തി. അങ്ങനെ എത്രയോ പേരെ. അപ്പൊ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം കേൾക്കാൻ വന്നിരിക്കുമ്പോൾ ഏത് ഭാഗമാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ സമയം കൊണ്ട് പറയാവുന്നതിന്റെ പരമാവധി പറയാം. ഈ സുവിശേഷ യോഗത്തിൽ വയനാട് സെന്ററിന്റെ ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭയുടെ വയനാട് സെന്ററിന്റെ കൺവെൻഷൻ വരാൻ ഏത് കാരണം കൊണ്ടാണ് വന്നതെങ്കിലും നിങ്ങളോട് ദൈവം പറയുന്നു, നിങ്ങളെ ഏറ്റെടുക്കാൻ ദൈവം തയ്യാറാണ്. ഒന്ന് ദൈവം തള്ളുക എന്ന, മനുഷ്യൻ തള്ളുക എന്ന വിഷയം. രണ്ടാമത്തത്, മനുഷ്യൻ തള്ളിയതെങ്കിലും അടുത്ത വാചകം ദൈവസന്നിധി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവസന്നിധി എന്ന. സ്തോത്രം. ദൈവസന്നിധി, ദൈവസാന്നിധ്യം എവിടെ ഉണ്ടോ ആ സാന്നിധ്യമുള്ള സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് സന്നിധി. ഹല്ലേലൂയ. ആ സന്നിധിയിൽ വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യം സ്തോത്രം ഒരു പ്രസംഗത്തിനല്ല, ഒരു പുസ്തകം എഴുതാനുള്ള വക ഈ ബൈബിളിനകത്തുണ്ട്. സ്തോത്രം. അടുക്കും ചിട്ടയുമാറ്റ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ കേട്ടോളണം. സ്തോത്രം. അത് പറയുമ്പോൾ ഞാൻ ചില സത്യം കൂടി പറയാം. ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും സ്ഥിരമായ ഒരു ദൈവ സാന്നിധ്യമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്തോത്രം ഒന്നുകൂടെ ചിന്തിച്ചിട്ട് സ്തോത്രം പറയേണ്ടി വന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആ കാര്യം കുറച്ചുകൂടെ തെളിച്ച് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തും സ്ഥിരമായ ദൈവ സാന്നിധ്യമില്ല. സ്തോത്രം. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈപ്പണിയായ ഒരു ക്ഷേത്രങ്ങളിലും നാം ആരാധിക്കുന്ന ദൈവം സ്ഥിരവാസം ചെയ്യുന്നില്ല. സ്തോത്രം. സ്തോത്രം. സ്ഥിരമായി ഒരു സ്ഥലത്ത് നിങ്ങൾ വീട് വന്നിട്ട് മോളിലത്തെ നില മുഴുവൻ ദൈവത്തിലാന്ന് പറഞ്ഞ് മാറ്റിയിട്ടാലും പാവം ദൈവം അവിടെ വന്നിരിക്കുകയില്ല. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത തത്തെ പിടിച്ച് കൂട്ടിട്ടുള്ളത് പോലെയോ സ്തോത്രം മറ്റേതെങ്കിലും നിലവാരത്തിൽ വടി കാണിച്ച് പേടിപ്പിച്ചിട്ട് കുപ്പിക്കകത്തോ തലവിനകത്തോ ചരടിനകത്തോ മോതിരത്തിനകത്തോ ഒന്നും കയറ്റിയാ കേറുന്ന ദൈവമല്ല സ്തോത്രം നമ്മൾ ആരാധിക്കുന്ന ദൈവം. സ്തോത്രം. അത് വിശ്വസിക്കുകയും അഭിമാനമുള്ള ദൈവമക്കളുടെ രാത്രികാലം ഈ ദൈവത്തെ
വഹിച്ചെടുത്ത് ഒരു തകിടിനകത്തോ ഒരു ചരടിനകത്തോ ഏതെങ്കിലും ഒരു വസ്തുവിനകത്ത് ആവഹിച്ച് കയറ്റിയിട്ടത് ശരീരത്തിൽ എവിടെയെങ്കിലും കെട്ടിക്കൊണ്ട് നടക്കാൻ വഹിച്ചുകൊണ്ട് നടക്കാൻ കഴിയത്തില്ല. കാരണം ഈ ദൈവത്തെ അതിന് കിട്ടത്തില്ല. പിന്നെയോ ഇന്ന് രാത്രി വൈകിക്കുന്ന ആരെങ്കിലും ഹൃദയം തുറന്നു കൊടുത്താൽ നിന്റെ ഹൃദയത്തിൽ വസിക്കാം. നീ ഒരുക്കുന്ന കുപ്പിക്കകത്ത് ഇറങ്ങിയല്ല, നീ ഒരുക്കുന്ന തകിടിനകത്ത് കയറിയല്ല. ഇന്ന് രാത്രി ഞാൻ എന്റെ ഹൃദയം നിനക്ക് തരാം എന്ന് 9 മണിക്കുള്ളിൽ പറഞ്ഞിട്ട് പോകാൻ തയ്യാറായ നിന്റെ ശരീരത്തെ ദൈവമന്ദിരമാക്കിക്കൊണ്ട് നിന്റെ അകത്ത് വസിച്ചുകൊണ്ട് നിന്റെ നാട്ടിൽ അത്ഭുതം ചെയ്യാൻ, നിന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ അത്ഭുതം ചെയ്യാൻ മനസ്സുള്ള ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന സത്യദൈവം. രാത്രികാലം പ്രസംഗം കേൾക്കാൻ മാത്രം ഇരിക്കരുത്. ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ ആത്മപരിശോധന നടത്തണം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിൽക്കാൻ ഒരു സ്ഥലം ദൈവത്തിന് കൊടുത്താൽ ദൈവം ജയം ഉളവാക്കി തരും. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? പണ്ട് സദ്ദാം ഹുസൈൻ കുവൈറ്റിലേക്ക് ഇടിച്ചു കയറി ഓർക്കപ്പുറത്ത് ആ രാഷ്ട്രത്തെ പിടിച്ചെടുത്തു. അറബ് രാജ്യങ്ങളിലെ ഞെട്ടിപ്പോയി. ഒരു രാജ്യത്തെ അമർച്ച ചെയ്ത് ഒതുക്കിയാൽ, അത് കുവൈറ്റിനെ ഒതുക്കിയാൽ ബാക്കി അടുത്ത് കിടക്കുന്ന മറ്റ് രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള ബഹ്റിൻ, സൗദി അറേബ്യ, ഖത്തർ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ, UAE അടക്കമുള്ള രാജ്യങ്ങൾ ഭ്രമിച്ചുപോയി. കാരണം കുവൈറ്റിനെ കീഴ്പ്പെടുത്തിയാൽ മറ്റ് രാജ്യങ്ങളെ കൂടി ഇമ്മീഡിയറ്റ്ലി സദ്ദാം കയറി പിടിക്കുമെന്നൊരു ഭയം അറബി രാഷ്ട്ര നേതാക്കന്മാരുടെ അകത്ത് വന്നപ്പോൾ അന്നത്തെ കാലത്ത് ഇന്നും വലിയ പ്രബലമായ രീതിയിൽ നിൽക്കുന്ന യുദ്ധസഹായം ചെയ്തു കൊടുക്കുന്ന അമേരിക്കയെ ആശ്രയിച്ചു. അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് രാത്രിക്ക് രാത്രി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ വെച്ചിട്ട് പറഞ്ഞു, രക്ഷിക്കണം. അദ്ദേഹം ഇടിച്ചു കയറിയാൽ അടുത്ത ദിവസം ഞങ്ങളിലേക്കായിരിക്കും കയറുന്നത്, എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തിയേ പറ്റൂ. അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം തിരിച്ചൊരു മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അറബി രാജ്യത്ത് എവിടെയെങ്കിലും നിൽക്കാൻ ഒരു ബേസ് നിൽക്കാനല്ല, അറേബ്യൻ രാജ്യത്ത് എവിടെയെങ്കിലും അമേരിക്കൻ പട്ടാളത്തിൽ ഒരു ബേസ് ഇടാനുള്ള സ്ഥലം തരികയാണെങ്കിൽ ഞങ്ങൾ സദ്ദാമിനെ ഒതുക്കി തരാം. സൗദി അറേബ്യക്ക് ഇഷ്ടംപോലെ സ്ഥലമുള്ളവർ സൗദി പറഞ്ഞു, ഞങ്ങൾ സ്ഥലം തരാം. അങ്ങനെ സൗദിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്പോഴും എനിക്കുണ്ടെന്ന് തോന്നുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ ബേസ്, പട്ടാള ബേസ് അവിടെ വന്നു. അവിടെ നിന്നുകൊണ്ടാണ് പോരാടിയത്. ഇതുപോലെ ഈ നാട് നീളെ ഇവിടെ തന്നെ എറണാകുളം മുതൽ തിരുവനന്തപുരം മുതലുള്ള പ്രാർത്ഥനാ കൂടാരങ്ങളെല്ലാം പോയി എണ്ണയും വെള്ളവും പ്രാർത്ഥിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ ഈ പുസ്തകത്തിൽ പറയുന്ന ദൈവം പ്രവർത്തിക്കുകയല്ല. എന്റെ വീട്ടിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് സ്വർഗം പറയുന്നു, നിൽക്കാൻ ഒരു സ്ഥലം തരാമെങ്കിൽ ഞാൻ നിന്റെ കുടുംബത്തിന്റെ പോരാടുന്ന ശക്തികളെ തുരുത്തി ഓടിക്കാം. എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് 2.25 ഏക്കർ സ്ഥലം ഇവിടെ പട്ടയെന്നുള്ളൂ, അതിനകത്ത് ഞാനൊരു 15 സെന്റ് പള്ളിക്ക് വന്നേക്കാന്ന് പറഞ്ഞാൽ തമ്പുരാൻ പറയുന്നത് പള്ളിക്ക് കൊടുത്തേറെ എനിക്ക് വേണ്ട. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ എന്നാ കൊടുത്താൽ തൃപ്തിയാകും? നിന്റെ മണ്ണ് വേണ്ട, നിന്റെ വസ്തു വേണ്ട, നിന്റെ വീട്ടിലൊരു മുറി വേണ്ട, ഇതൊന്നും വേണ്ട. ദൈവത്തിന് വേണ്ടത് നിന്റെ ഹൃദയമാണ്. രാത്രി നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുത്ത് അതിനകത്ത് സർവശക്തനെ ഇരുത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നു എങ്കിൽ എന്നിൽ വസിപ്പീൻ എന്നുള്ള വാക്കുകൾ വായിച്ചിട്ടില്ലേ? അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനെതിരെ ശക്തമായി പോരാടുന്ന ഇരുട്ടിന്റെ ശക്തികളോട് ഇന്ന് രാത്രി മുതൽ നിന്നിൽ നിന്നുകൊണ്ട് സ്വർഗ്ഗം യുദ്ധം ചെയ്യാൻ തുടങ്ങും. രാത്രികാലം ദൈവ സാന്നിധ്യം എന്ന വിഷയം പ്രധാനമായ വിഷയമാണ്. അത് പറഞ്ഞ് ഞാനൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാൽ എന്റെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പ്രധാന പ്രസംഗത്തിന്റെ സമയത്തെ ബാധിക്കും. അതുകൊണ്ട് മനഃപൂർവ്വം ചുരുക്കാൻ ശ്രമിക്കാം. ദൈവ സാന്നിധ്യം രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തത് ശ്രേഷ്ഠവും മാന്യവും എന്ന പദം കണ്ടോ? ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴൊന്നും വാസ്തവത്തിൽ നമുക്ക് പറയത്തക്ക മാറ്റമൊന്നും ഉണ്ടാകില്ല. ആളുകൾ ചോദിക്കും, ആദ്യത്തെ നാളുകളിലൊക്കെ ഞങ്ങളെക്കാൾ എന്ത് വ്യത്യാസമുണ്ട് നിങ്ങൾക്ക്? ഞങ്ങളെ ലോകക്കാർ ചോദിക്കും എന്ത് മെച്ചമുണ്ടായി? അതിനകത്തൊന്നും വരയ്ക്കരുത്. കുറച്ച് നാൾ പിടിച്ചു നിന്ന് കഴിയുമ്പോൾ, കുറെ നാൾ ദൈവസന്നിധിയിൽ ഒരുങ്ങി നിന്ന് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോഴാണ് ശ്രേഷ്ഠത വെളിപ്പെടാൻ തുടങ്ങുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് മാന്യത വെളിപ്പെടാൻ തുടങ്ങുന്നത്.
ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം പറയാൻ മടിയുള്ളവോ തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ഹൃദയത്തെ കുത്തിയിളക്കിയിട്ട് പറയാം. 30 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കർത്താവിനെ രക്ഷകാന്ന് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ശ്രേഷ്ഠതയാണോ 30 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോഴുള്ളത്? അന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അന്ന് 5 കൊല്ലം മുമ്പായിക്കോട്ടെ, അന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന മാന്യതയാണോ ഇന്ന് നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിലുള്ളത്? ഞാൻ രാവിലെ എന്റെ അനുഭവത്തിൽ ഒരു അംശം പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പരമ്പരാഗതമായി ഞങ്ങളുടെ വീട്ടുകാർ പലരും ഈ നാട്ടിൽ ഈ വയനാട്ടിൽ കടന്ന് താമസിക്കുന്നതിനിടയിൽ അതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യമായി 10-38 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ പടിയടച്ച് ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും വെടിയിട്ട് എന്റെ അമ്മയുടെ അനിയത്തിയുടെ കല്യാണം പോലും ഞങ്ങൾ വിളിക്കാതെ അതുകൊണ്ട് മാറ്റി നിർത്തിയത്. അന്നൊക്കെ ഞങ്ങൾ ലജ്ജിച്ചു, തലതാത്തി. ആളുകൾ ചോദിച്ചപ്പോൾ എന്തിനായി വിഴുപ്പ് നടക്കുന്നത്, ഇവിടെ ഇല്ലാത്ത എന്നാ അവിടെ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ പതിനഞ്ച് പോലും ഇല്ലാത്തതുകൊണ്ട് മറുപടി പോലും ഇല്ലായിരുന്നു. എന്നാൽ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ സ്വർഗം തെളിയിച്ചു. ഈ മാർഗത്തിൽ ശ്രേഷ്ഠതയുണ്ട്. ഈ ദൈവത്തെ വിശ്വസിക്കുന്നവന് മറ്റു പലരെക്കാൾ കോടീശ്വരന്മാരെക്കാൾ മാന്യതയുണ്ടെന്ന് തെളിയിച്ചു ദൈവം. ഞാനത് അനുഭവിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ഉറപ്പില്ലാതെ പറയാൻ പറ്റും. ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ ഉറച്ചു വിശ്വസിച്ച് നീ ദൈവത്തിന്റെ വഴി വിട്ട് മാറാതിരുന്നാൽ സ്വർഗം നിന്നെ വന്നു വാർക്കുന്ന നാട്ടിലാണെങ്കിലും മാന്യനാക്കും, ശ്രേഷ്ഠനാക്കും. വിശ്വസിക്കുന്ന ദൈവമക്കളെ രാത്രികാലം അധികം വിശദീകരണമില്ല. പക്ഷെ ഹൃദയത്തെ സംഗ്രഹിച്ചു വെച്ചാൽ ഇന്ന് രാത്രി ബാക്കി ദൈവം ചെയ്തോളും. ഇളകരുത്, പുറകോട്ട് പോകരുത്. ആരോ എന്തെങ്കിലും പറയുമ്പോൾ അറിഞ്ഞ സത്യത്തിനകത്തു നിന്ന് പുറകോട്ട് പോകരുത്. നീ നിന്നെ തന്നെ ഒതുക്കി വെക്കരുത്. ഇന്ന് രാത്രി നീ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചയാളാണെങ്കിൽ ആരെതിർത്താലും മാന്യമായി വീട്ടുകാരുടെ ചർച്ചക്കാരുടെ നടുവിൽ ഇറങ്ങി നിന്നിട്ട് പറയണം, ഞാൻ യേശുവിന്റെ രക്തം കൊണ്ട് കടിമ പ്രാപിച്ചു, ഇനി പറയുന്നതിനൊന്നിലും ഞാനില്ല എന്ന് പറഞ്ഞാൽ അന്നൊരു പക്ഷേ അവരെ കൂടിയേക്കാം, അന്നൊരു പക്ഷേ പാട്ടലോട്ടി കളിയാക്കിയേക്കാം. കുറച്ചു നാൾ പിടിച്ചു നിൽക്കാൻ തയ്യാറായാൽ അവരെ മാന്യരാക്കും, ശ്രേഷ്ഠരാക്കും. എന്നെ വിചാരിച്ച വേറെ സ്വന്തം വഴിയിലൂടല്ല ഈ രാത്രി പ്രസംഗം പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ആരൊക്കെയോ ദൈവം പ്രമോഷൻ തരുന്നത് പോലെ ഒരു കമ്പനിക്ക് വേണ്ടി 10 കൊല്ലം അധ്വാനിച്ചാൽ ഒരു പ്രത്യേക സമയത്ത് അവന്റെ എൻഡിയെ അവനെ ഉയർത്തുന്നത് പോലെ 2025 ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ വെച്ച് സ്വർഗം ചിലരെ മാന്യരാക്കാൻ, സ്വർഗം ചിലരെ ശ്രേഷ്ഠരാക്കാൻ ഉന്നത പദ്ധതിയിട്ടിട്ടുണ്ട്. ഈ ലോകം നിന്നെ ആദരിച്ചില്ലെങ്കിലും ഇവിടത്തെ ആരും നിന്നെ മാനിച്ചില്ലെങ്കിലും നീ ചെയ്തതൊന്നും ഒരു ലിസ്റ്റിലും വന്നില്ലെങ്കിലും ആരോടോ ദൈവം പറയുന്നു, നിന്റെ കണ്ണുനീർ പ്രാർത്ഥനയും സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. അവനെ ബഹുമാനിപ്പാൻ, ശ്രേഷ്ഠമാക്കാൻ, ശ്രേഷ്ഠമതിയാക്കാൻ ദൈവം പദ്ധതിയിട്ടാൽ പിന്നെ ആരെതിർത്തിട്ട് എന്ത് കാര്യം? സ്വന്തം ഇപ്പൊ 3ാമത്തെ പ്രൗഢമായ പ്രസംഗ വിഷയമാണ് ശ്രേഷ്ഠവും മാന്യവുമാക്കുന്ന ദൈവം എന്ന ഈ വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ടതും എനിക്ക് നിങ്ങളോട് അല്പസമയത്തിൽ പറയേണ്ട വിഷയം 4ാമത്തതാണ്. അതൊരു മാർമികമാണ്, ഒരു മിസ്റ്ററിയാണ്. അത് മറ്റൊന്നുമല്ല, ജീവനുള്ള കല്ല്. ജീവനുള്ള കല്ല്. ജീവനുള്ള കല്ലെന്ന് പറയുന്ന ഒരു വസ്തുവല്ല. അവിടെ പറയുന്നു ജീവനുള്ള കല്ലായ അതിൻ്റെ എന്നല്ല, അവൻ്റെ എന്നാണ്. അതിനർത്ഥം ആ കല്ലിന് ഒരു പേഴ്സണാലിറ്റി കൊടുത്തിട്ടുണ്ട്, വ്യക്തിത്വം. അതുകൊണ്ടാണ് അവനെന്ന് വിളിച്ചത്. ഒരു വസ്തുവിനെ ഒരിക്കലും അവനെന്ന് വിളിക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്കിനെ നോക്കിയിട്ട് ഞാൻ അവനെന്ന് പറയുകയല്ല. എന്നെ പഠിപ്പിക്കുന്ന ഈ കൂടറെ നോക്കിയിട്ട് ഞാൻ അവനെന്നോ അവനെന്നോ വിളിക്കുകയല്ല. സ്വത്രം ഒരു വസ്തുവാണ്. കല്ലിനെ നോക്കിയിട്ട് അവനെന്ന് പറയില്ല, ഒരു വസ്തുവാണ്. പക്ഷെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ചിലതൊക്കെ ആലങ്കാരികമാണ്, ആത്മീയവൽക്കരിച്ചെടുക്കണം. സ്വത്രം അതാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് 4ാമത്തതാണ്. 5ാമത്തത് ജീവനുള്ള കല്ലായ അവൻ അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല ഇതിനകത്ത് ഈ വാക്യത്തിന്റെ വിഷയം. ജീവനുള്ള കല്ലായ ഒരുവനുണ്ട്, അവനെ ഞാൻ പരിചയപ്പെടുത്താം. അവന്റെ അടുക്കൽ വരുന്നവർക്കുണ്ടാകുന്ന മാറ്റം. സ്തോത്രം, ഹല്ലേലൂയ. ജീവനുള്ള കല്ല് ദൈവമായവൻ എന്ന് വിചാരിച്ചോ, ഞാൻ വിശദീകരിച്ചതല്ല. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക എന്നത് വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ ആഹ്വാനമാണ്.
ദൈവത്തിൻ്റെ അടുക്കൽ രാവിലെ നിന്റെ പ്രസംഗത്തിൽ അല്പം ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ ബലമുള്ള കൈക്കീഴ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ അടുത്തു വരിക എന്നുള്ളതിനെ കുറിച്ച്. അതൊരു വലിയ വിഷയമാണ്. ശ്രോത്ര അഞ്ചാമത്തത്. ആറാമത്തത് തൊട്ട് താഴത്തേക്ക് വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ആത്മീക ഗ്രഹം. ആത്മീക ഗ്രഹം എന്താണ്? ആത്മീക ഗ്രഹം. അങ്ങനെ ഒരു ആത്മീക ഗ്രഹം ഇന്ന് ഭൂമിയിലുണ്ടോ? എന്താണ് ആത്മീക ഗ്രഹത്തെ തിരിച്ചറിയാനുള്ള ലക്ഷണം? ആത്മീക ഗ്രഹത്തിൽ ഒരു പ്രവേശനം കിട്ടണമെങ്കിൽ എന്തു വേണം? ആത്മീക ഗ്രഹത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ആത്മീക ഗ്രഹത്തിന്റെ ഗ്രഹനാഥൻ ആരാണ്? സ്വത്രം. ആ ഗ്രഹത്തിന്റെ ബന്ധം എന്താണ്? ഒയ്യോ, എത്ര വലിയ വിഷയം! ഇപ്പം ഈ പറഞ്ഞു തന്നെ വിശദീകരിച്ച ഒരു വലിയ പ്രസംഗമാണ്. സ്വത്രം. ഇതൊന്നും അറിയാതെ വെറും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം നടന്ന് നമ്മുടെ ജീവിതം തീർക്കരുത്. ഇത്രയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് ഇത്രയും ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു ആത്മീയ അന്തരീക്ഷം ഉയനാടിനുള്ളപ്പോൾ ഏതെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ ഒതുങ്ങി പോകരുത്. ഞാൻ ഈ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഒറ്റ രാത്രി കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫോൺ ചെയ്താണെങ്കിൽ നീ ഇരിക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാരോട് ചോദിക്കണം, സ്വത്രം, ആ പ്രസംഗിക്കാൻ വന്ന മനുഷ്യൻ ആത്മീയ എന്ന് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല, അങ്ങേക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പറഞ്ഞു തരാമോ? അയ്യോ, അതിന് കുളിക്കും. അത് പറഞ്ഞപ്പോൾ മുഖം മാടിയല്ലോ, രക്ഷപ്പെടണേ മതി. സ്വത്രം. ഞാൻ വെള്ളിക്കുളത്ത് പ്രവർത്തിക്കാൻ ചെന്ന സമയത്ത് ഒരു വീട്ടിൽ ചെന്നു. കടുത്ത പാരമ്പര്യമുള്ള വീട്ടിലാണ്. സാധാരണ സുവിശേഷം പറയാൻ വേണ്ടി വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയും കൂടി ട്രാക്ട് മാറ്റി തന്നതാണ്. സ്വത്രം. അവിടെ 6 പേരുണ്ട് ആ വീട്ടിൽ. 6 പേരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ സാധാരണ ഒരു വീട്ടിൽ ആദ്യമായി ചെല്ലുമ്പോൾ നമുക്കറിയാം സുവിശേഷം പറയുന്നവർ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സമാധാനമോ സന്തോഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. പക്ഷെ ഞാൻ അവിടെ ചെന്നിരുന്ന വഴി അധികം സംസാരിക്കാമെന്ന് എനിക്ക് പ്രേരണ കിട്ടിയില്ല. ചിലപ്പോൾ ദൈവാത്മ പ്രേരണ കിട്ടി. എല്ലാ വീട്ടിൽ ചെല്ലുമ്പോഴും കാണില്ല, ചില വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഉണ്ടാവും. പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു, യേശു ക്രിസ്തു മടങ്ങി വരാറായി. കർത്താവ് മടങ്ങി വരുമ്പോൾ സംഭവിക്കേണ്ട ദൈവത്തിന്റെ ഭാവികാല പരിപാടികൾ ഇപ്പോൾ കാക്കണം ധരിച്ചാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. സ്വത്രം. ക്രിസ്തുവിൽ മരിച്ചു ഓരോരുത്തർ നിൽക്കും. ജീവനോട് ശേഷിക്കുന്ന പുത്രന്മാർ രൂപാന്തരപ്പെടും. അത് കഴിയുമ്പോൾ മണിയറയിൽ പ്രതിഫല വിഭജനം നടക്കും. ആ സമയത്ത് ഇവിടെ 7 വർഷം മഹോപദ്രവമായിരിക്കും. എതിർ ക്രിസ്തുവിടെ ഭരിക്കും. 3.5 വർഷക്കാലം സ്വത്രം ഒരു സാധാരണ ഭരണമായിരിക്കും. 3.5 വർഷം കഴിയുമ്പോൾ ഭരണം കാഠിന്യം കൂട്ടും. അത് കഴിയുമ്പോൾ സ്വത്രം ജനനാകപ്പാടെ നെട്ടോട്ടമോടും. ഈ സമയത്ത് കുഞ്ഞാടിന്റെ കല്യാണം കഴിയും. 7 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് തന്നെ തിരുസഭയുമായിട്ട് എതിർ ക്രിസ്തുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ സ്വന്തം പിശാചിനോട് പോരാടിയതിന് ശേഷം 1000 ആണ്ടേക്ക് സാധാരണ ചങ്ങലയ്ക്ക് അഗാധത്തിൽ അടയ്ക്കും. ആ 1000 ആണ്ട് ക്രിസ്തുവിടെ രാജാവായിട്ട് വാഴും. അത് കഴിയുമ്പോൾ ദൈവം ശൂന്യയിൽ സിംഹാസനം വയ്ക്കും. ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി മാറിപ്പോകും. സ്വന്തം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത വേറെ തീപ്പയിൽ തള്ളിയിടും. സ്വന്തം ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരെല്ലാം കൂടി ചേർന്ന് പുതിയ വിഷയങ്ങൾ വാഴും. അങ്ങനെ നിത്യത കൂടുതലും. ഇത് പറയാനോ വന്നെന്ന് പറഞ്ഞു. അച്ഛനും അമ്മാമ്മയും മക്കളും കൂടി കണ്ണ് തള്ളിയിരുന്നു. ഇവിടെ വെച്ച് ഫോൺ നമ്പർ തരാൻ പറ്റും. ഫോൺ നമ്പർ കൊടുത്തു. വീട്ടിൽ പോയി എനിക്കറിയായിരുന്നു ഫോൺ നമ്പർ കൊടുത്താൽ വിളിക്കുമെന്ന്. സ്വത്രം. ഞാൻ വീട്ടിൽ വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പറഞ്ഞതൊന്നും മനസ്സിലായില്ല, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒന്നോടെ പറഞ്ഞു തരാമോ? അസൂയാണോ? സ്വത്രം. ഞാൻ പറയുന്നൊരു വഴിമരുന്നിട്ട് പോരണം. സ്വത്രം. ആ കുടുംബം ഇന്ന് ഞങ്ങളുടെ കൂടെ അവരുടെ മക്കളും അപ്പനും അമ്മയും അടങ്ങുന്ന 4-5 കുടുംബങ്ങൾ ഒന്നിച്ച് ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന 5 കുടുംബങ്ങളായി ദൈവസഭയ്ക്ക് കിട്ടി. സ്തോത്രം. അവരിന്ന് സന്തോഷിക്കുന്നു. അതുപോലെ നമുക്ക് പിടികിട്ടാത്ത ഏതെങ്കിലും ഒരു വാക്ക് കണ്ടാൽ ചുമ്മാ അത് നമ്മളെ ബാധിക്കില്ലെന്ന് ഓർത്തുകൊണ്ട് യഹൂദനെ അത് തള്ളിക്കളയരുത്. ആത്മീക ഗ്രഹം എന്നൊരു വിഷയം വിശുദ്ധ ബൈബിളിനകത്തുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനകത്ത് ആർക്കാണ് പ്രവേശനം? അവിടെ ആരാണ് ഉള്ളത്? എന്താണ് അതിന്റെ അർത്ഥം എന്ന് അന്വേഷിക്കണം. ആ അന്വേഷണം ഒരുപക്ഷെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അങ്ങ് ആകാശമണ്ഡലങ്ങൾക്കപ്പുറം നിത്യതയിലായിരിക്കും. കരമേർത്ത് ദൈവമക്കളെങ്കിലും സ്വന്തം പറയാതെ ബൈബിൾ ക്ലാസ് എടുത്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. കർത്തദാസന്മാർ സ്വന്തം അതിനുണ്ടെങ്കിലും ആർക്കെങ്കിലും ഒരു അംശമായിട്ടെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരോടും ഒരു അനുവാദം കിട്ടിയിട്ട് പഠിക്കാനൊന്നും പറ്റിയല്ല. സ്വന്തം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് പോകണം.
സ്വന്തം എന്നിട്ട് പിന്നീട് ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഇത് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ദൈവസന്നിധിയിൽ നിങ്ങൾ ആഗ്രഹിക്കണം. കർത്തദാസന്മാരോട് അങ്ങനെ ആരെങ്കിലും ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിച്ചാൽ അവരെ ഈ കാര്യം നന്നായി പറഞ്ഞു കൊടുക്കുക. വേറെ ഒന്നും അവരിൽ നിന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. കാരണം നമ്മുടെ ലക്ഷ്യം സ്വർഗം നിറയ്ക്കുക എന്നുള്ളതാണ്. അതോടെ ചെയ്താൽ ഞാൻ ഉറപ്പ് തരാം, ഇതൊരു വലിയ മൂവ്മെന്റായി മാറും. സ്തോത്രം. ആത്മീക ഗ്രഹം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അടുത്തത് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു ആത്മീകയാഗം. എന്താണ് ആത്മീകയാഗം? സ്തോത്രം. പഴയ നിയമകാലത്ത് വിവിധ തരം യാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ യാഗങ്ങളെല്ലാം ദൈവം നിർത്തിക്കളഞ്ഞു. ഇപ്പോൾ ആത്മീകയാഗമാണ്. സ്തോത്രം. ആത്മീകയാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് അർപ്പിക്കുന്നത്? ആത്മീകയാഗം അർപ്പിക്കുന്നതിന് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഈ വക കാര്യങ്ങളെല്ലാം ഗ്രഹിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു വിശുദ്ധ പുരോഹിത വർഗം. ആ വിഷയം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് ഏത് കാലം മുതൽ പുരോഹിതന്മാരുണ്ടായിരുന്നു, ഏതൊക്കെ തരം പൗരോഹിത്യം വിശുദ്ധ ബൈബിൾ പ്രതിപാദനം ചെയ്യുന്നുണ്ട്. 7 തരത്തിലും പുരോഹിതന്മാരെങ്കിലും ബൈബിളിൽ കാണാൻ കഴിയും. സ്തോത്രം. അത് നമ്മൾ അന്വേഷിച്ച് തപ്പിപ്പുറത്തിയെടുക്കണം. അതിൽ കാലകർമ്മക്കൾപ്പെട്ടു പോയ പൗരോഹിത്യം ഏതൊക്കെയാണ്, അഥവാ ദൈവം പിൻവലിച്ച ക്യാൻസൽ ചെയ്ത പൗരോഹിത്യം ഏതൊക്കെയാണ്, ഇന്ന് നിലവിൽ ഏതെങ്കിലും പൗരോഹിത്യമുണ്ടോ, ആ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്താണ്, സ്തോത്രം, പുരോഹിതനാകാനുള്ള യോഗ്യത എന്താണ്, ഇതെല്ലാം പഠിക്കണം. സ്തോത്രം. തിരുവല്ലക്കാരെ 6 പാസ്റ്റർമാരുടെ ഫോൺ നമ്പറോ 2 പ്രവാചകരുടെ നമ്പറും മാത്രം മൊബൈലിൽ കൊണ്ട് നമ്മുടെ സ്വർഗത്തിൽ കയറ്റിയല്ല. നിങ്ങൾക്ക് രാത്രി ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി എൻ്റെ നല്ല പ്രസംഗം ഇരിക്കുന്നുണ്ട്, അതിലേക്ക് വരാൻ വേണ്ടി ഞാൻ വെമ്പലുണ്ട്. പക്ഷെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാം പറയണ്ടേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ആത്മീക യാഗം എന്ന വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ പുരോഹിത വർഗം എന്നതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവസാന വാക്യം നിർത്തുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു. ആര് പണിയും? ആരാണ് പണിയുന്നത്? മനുഷ്യനെ പണിയുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരെയും ദൈവത്തിന്റെ അടുക്കൽ, അഥവാ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം പോകാൻ നേരത്ത് വണ്ടിക്കൂലിക്ക് കാശ് കൊടുത്ത് വിടുമെന്നോ, അവന്റെ വിഷയങ്ങൾ അറിഞ്ഞിട്ട് ഒരു കമ്മിറ്റി കൂടി അവന്റെ ഇല്ലായ്മ നിരത്തി കൊടുക്കുമെന്നല്ല ബൈബിളിന്റെ ദൂത്. പിന്നെയോ, ആരെങ്കിലും ദൈവത്തിന്റെ അടുക്കൽ വരാൻ തുടങ്ങിയാൽ അവരെ അന്ന് മുതൽ ദൈവം പണിയാൻ തുടങ്ങും. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ദൈവം സൗഖ്യമാക്കിയെന്ന് കേട്ടിട്ടുണ്ട്, ദൈവം അനുഗ്രഹിച്ചെന്ന് കേട്ടിട്ടുണ്ട്, ദൈവം വിടുവിച്ചെന്ന് കേട്ടിട്ടുണ്ട്, ദൈവം ഉയർത്തിയെന്ന് കേട്ടിട്ടുണ്ട്, ദൈവം മാനിച്ചെന്ന് കേട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇന്ന് സത്യസന്ധമായി, ഞാൻ മിടുക്കനാമല്ല, പക്ഷെ ഇന്ന് ഇവിടെ പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തോട് നന്ദി പറഞ്ഞേക്കണം. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയണം, ഈ ദൈവത്തിന്റെ കയ്യിൽ ഒരു കുടുംബത്തെ കിട്ടിയാൽ ദൈവം തമ്പുരാൻ അതൊരു കറുത്ത തുണി കെട്ടി കൊണ്ട് നടക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും ദൈവം? ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയെയോ കിട്ടിയാൽ അന്ന് മുതൽ ആശേരി തടി ചിന്തയിടുന്നത് പോലെ, അടന്ന് മുറിച്ച് ഒരു ഉരുപ്പടി ഉണ്ടാക്കുന്നത് പോലെ, ഈ ലോകത്തിൽ അതപ്പൊലിച്ചവരാകട്ടെ, ഈ ലോകത്തിൽ തള്ളപ്പെട്ടവരാകട്ടെ, എത്ര ക്രൂരനാകട്ടെ, ഇവിടുത്തെ ജയിലുകൾക്കോ നിയമങ്ങൾക്കോ നിയമജ്ഞന്മാർക്കോ നന്നാക്കാൻ കഴിയാത്തവനാകട്ടെ, അവനെ എന്റെ ദൈവം പണിയാൻ തുടങ്ങും. കുറച്ചു നാൾ ദൈവം പണിത് കഴിയുമ്പോൾ ആർക്കുമില്ലാത്ത മാന്യതയോടെ അവരെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യും. അങ്ങനെ ഒരു പണിയുള്ള സത്യത്തിൽ ഞാൻ അവിടെ തുറന്നു പറയാം. ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം എവിടെ തീരുമെന്ന് അറിയാമോ? സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടോ. ചിലപ്പോൾ ഞാനത് സത്യതോ ഞാൻ ഒരു സഹോദരനെ പോലെ തുറന്നു പറയുക. ഞാൻ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ട് പറയാം. ചിലപ്പോൾ എൻ്റെ ആന്റിമാരെ, അമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറത്തിരിക്കുന്നവരെ, വഴിയോരത്ത് നിന്ന് കേൾക്കുന്നവരെ, ഒരുപക്ഷെ നിങ്ങൾ ധ്യാനത്തിന് പോയി, ഉപവാസത്തിന് പോയി, നിങ്ങളെ പോലെ ദൈവദാസന്മാരെ മാസത്തിലൊരിക്കൽ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേക പ്രാ മേടിച്ചു, ഒരു മുറി തന്നെ പ്രാർത്ഥനയ്ക്കുണ്ടാക്കി. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഇതെല്ലാം തട്ടിപ്പാണെന്ന് തോന്നത്തക്ക രീതിയിൽ, ഇതുകൊണ്ടൊന്നും ഗുണമില്ലെന്ന് തോന്നത്തക്ക രീതിയിൽ നിങ്ങളുടെ മനസ്സും അടുക്കാൻ തുടങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കുള്ള പരിഹാരം ദൈവം പറയുന്നു. ഇനിയുള്ള പരിഹാരം ഒന്നേ ഉള്ളൂ. ഇനി ആരെക്കൊണ്ടെന്ന് പ്രാർത്ഥിപ്പിക്കുകയല്ല, ഇനി ഇതിനേക്കാൾ നല്ലൊരു പ്രാർത്ഥനാ സ്ഥലം തപ്പിപ്പോവുകയല്ല. നീ ദൈവത്തോട് പറയണം, എന്റെ കുടുംബത്തെ ഒന്ന് പണിത് തരണം.
കൈനോട്ടക്കാരന്റെ അടുക്ക പോകുന്നത് പോലെ ആരെങ്കിലും മുമ്പിൽ കൊണ്ടുപോയാൽ പോരാ. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് അവന്റെ പേര് പറഞ്ഞ് ദൈവത്തോട് പറയണം, എന്റെ ചെറുക്കനെ സ്വർഗം ഒന്ന് പണിതു തരണം എന്ന് പ്രാർത്ഥിച്ചാൽ അവരെ പണിയുന്നൊരു ദൈവമുണ്ട്. Glory to Jesus. Hallelujah. ഈ വാക്കിനെ, ഞാൻ ഈ പറയുന്ന വാചകത്തെ പിന്താങ്ങുന്ന ഒരു വാചകം പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു. ആ വാക്ക് ഇങ്ങനെയാണ്: നിങ്ങളെ ഇടിച്ചു കളയാനല്ല, പണിയുവാനത്രേ. ഞാൻ 3 കൊല്ലം പഠിച്ചതെന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ വാക്യമൊന്നും എന്റെ പുസ്തകത്തിനകത്തുള്ളതല്ല, വേറെ ആൾക്കാർ വാക്യം എഴുതുന്നതല്ല. അത് വായിക്കാൻ പറ്റുമോ അറിയില്ല. കാരണം സ്വത്രം വേറെ രീതിയിലാണ് പ്രസംഗം മുന്നോട്ട് പോകുന്നത്. അതല്ലെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നടുവിൽ നമ്മൾ കുറിച്ചു വെച്ചതൊന്നും പറയാൻ ഒക്കാറില്ല. എല്ലാം ദൈവാത്മാവ് ഇരിക്കുന്ന ജനമാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ കൂടെ പായി പ്രസംഗം ഉണ്ടാക്കുന്നത് ഉപദേശിമാരായിരിക്കും, ദൂതുണ്ടാക്കുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായിരിക്കും. ഇന്നിവിടെ പ്രസംഗമല്ല നടക്കുന്നത്, ഇന്നിവിടെ ആർക്കൊക്കെയുള്ള ദൂതാണ് തരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പരിഹാരം പറയുക. വീട്ടിൽ ആരും സമ്മതിക്കുന്നില്ലെങ്കിൽ എന്റെ പൊന്നു സഹോദരി, എന്റെ പൊന്നു പെങ്ങളെ എന്ന് വിളിച്ചു പറയാം. നീ ഒറ്റയ്ക്ക് പോയത് കരഞ്ഞിട്ട് പറയണം, എനിക്കൊരു ജീവിതമേ ഉള്ളൂ, ഞാൻ വലത്തുകാലി വെച്ച് കയറി വന്നതാ, എന്നെ ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നില്ല, എനിക്കിവിടെ നിൽക്കണമെങ്കിൽ ഈ വീട്ടിൽ ചിലരെ എന്റെ ദൈവം പണിത് തന്നെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിന്റെ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗ്ഗം പണിയാനവരെ വരും. മനുഷ്യനെ പണിയുന്ന ഒരേ ഒരു ദൈവം അവനെ സൃഷ്ടിച്ച ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഇടിച്ചു കളയാനല്ല, പണിയുവാനത്രേ. ഞാൻ കുറച്ചു നാള് യെരൂശലേമിൽ പോയത് പഠിച്ചതെന്നല്ല. ആ വാക്കിങ്ങനെയാണ്: കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരം. മനുഷ്യനെ ചികിത്സിക്കണമെങ്കിൽ എന്റെ ആന്റി 5-6 കൊല്ലം പോയി പഠിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിന് കരുത്തുണ്ടെങ്കിൽ, എൻട്രൻസ് ഒക്കെ എഴുതി പാസ്സാകാമെങ്കിൽ മനുഷ്യനെ ചികിത്സിക്കാനുള്ള അപ്രൂവൽ അഥവാ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കും. പക്ഷെ മനുഷ്യനെ പണിയണമെങ്കിൽ കർത്താവ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മനസ്സിലാവുന്നു? അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് മെഡിക്കൽ കോളേജ് അല്ല, അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് സർക്കാരുമല്ല. മനുഷ്യന്റെ ഉടമസ്ഥനായ കർത്താവ് ചിലരെ മനുഷ്യനെ പണിയാനുള്ള അധികാരം കൊടുക്കും. വല്ലവരുടെ കൈ കൊണ്ടെന്ന് കൊടുത്താൽ നിന്നെ അവർ നശിപ്പിച്ച് കൈ തരും. തിടുക്കത്തിലല്ലാതെ പ്രാർത്ഥിച്ചാൽ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്ന, എന്തിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്? മനുഷ്യനെ പണിയാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നവർ ഈ 2025 ഫെബ്രുവരി മാസത്തിലും വയനാട്ടിലുണ്ട്. നമുക്കത് കാണാനുള്ള കണ്ണില്ലാത്തതുകൊണ്ട് സ്വത്രം. ദൈവമല്ല കുറ്റക്കാരൻ. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ പറയുന്നത് സത്യമാണെങ്കിൽ, ഞാൻ 9 കാര്യങ്ങൾ പറഞ്ഞു, 9 കാര്യങ്ങൾ നിങ്ങൾ സ്വത്രം എഴുതി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഒരു കുടുംബം രക്ഷപ്പെടാൻ, ജീവിതം രക്ഷപ്പെടാൻ ഈ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. സഭ ഇത് ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആണല്ലോ. സഭകളോട്, ലോക്കൽ സഭകളോട് പറയുന്നു, ദൈവജനത്തെ ഈ വക വിഷയങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കണം, പഠിപ്പിക്കണം. എങ്കിലേ അവർ ഉറച്ചു നിൽക്കത്തുള്ളൂ. നിങ്ങളത് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ തിരുവല്ലയിൽ വന്നപ്പോൾ അത് പറയുന്നത് നിങ്ങൾ വിചാരിക്കുക ചെയ്യരുത്. ഈ വക കാര്യങ്ങൾ ലേഖനത്തിലെ ഈ കൊച്ചു കൊച്ചു വാക്കുകൾ ദൈവമുമ്പിൽ ഇരുന്ന് ചോദിച്ചു വാങ്ങിച്ച് ജനത്തെ ബോധിപ്പിക്കണം. സ്വത്രം. എങ്കിലേ അവരുടെ അനുഭവങ്ങൾ മറ്റു ജനങ്ങളെ സത്യത്തിലേക്ക് നയിക്കാൻ ഇടയാകത്തുള്ളൂ. ഇങ്ങനെ 9 പ്രധാന പ്രസംഗ വിഷയങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന 2 വാക്യങ്ങളാണെങ്കിലും ഈ 9 കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ഞാൻ എടുത്തു പറയാമെന്ന് പറഞ്ഞ ഒരു വാക്കിലേക്ക് മാത്രം ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ആ വാക്ക് മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, എഴുതിയിരിക്കുന്നു, മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവത്തിന് ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ. ജീവനുള്ള കല്ലായ അവൻ ആരാണ് എന്ന് മാത്രം പറയാൻ ഒരുമിച്ച് എനിക്ക് സമയം കിട്ടുള്ളൂ. സ്വന്തം. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ വേഗത്തിൽ ധൃതി പിടിച്ച് പ്രവേശിക്കാൻ വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഒരു നിമിഷം പോലും നിങ്ങൾ സ്വന്തം ശ്വാസം വിടുന്നത് ഒഴിച്ചു വേറെ ഒരു നിമിഷം വേറെ ഒരു പരിപാടിക്ക് പോയൊക്കെ ശ്രദ്ധിച്ച് ദൈവത്തെ സന്നിധിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിലെ വരവ് അനുഗ്രഹമാക്കി തീർക്കാൻ ദൈവം വിശ്വസ്തരാണ്. കരവേറ്റി ഒന്നോടെ സ്വന്തം പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിനെയാണ്
ജീവനുള്ള കല്ല് എന്നിവിടെ പത്രോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിനകത്ത് യേശുക്രിസ്തുവിനെ 3 പ്രധാനപ്പെട്ട വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് പത്രോസ്. എന്നോടെ ആവർത്തിക്കാം. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിനകത്ത് 3 പ്രധാനപ്പെട്ട വാക്കുകൾ കൊണ്ട് പത്രോസ് യേശുവിനെ പരിചയപ്പെടുത്തുന്നു. ബൈബിളിനകത്ത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൂടെ 430 പരം നാമങ്ങൾ, പേരുകൾ ഉണ്ടെന്നാണ് ബൈബിളിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങൾ എന്നെ തിട്ടപ്പെടുത്തി ഇത് മാത്രം ജീവിതം തന്നെ മാറ്റിവെച്ച് വിശുദ്ധ ബൈബിളിൻ്റെ മുക്കും മൂലയും അരിച്ചു പറക്കി ഈ വക കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പകർന്നു കൊടുക്കാൻ സമർപ്പിതരായിരിക്കുന്ന ആളുകൾ കണ്ടെത്തി അവരെഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കമന്റുകളിൽ കാണാൻ കഴിയുന്നത് ദൈവത്തിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ ദൈവത്തിന് 430ഓളം പേരുകളുണ്ട്. ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം എണ്ണിയാൽ തീരാത്തത്തോളം ഉണ്ട്. ശ്രോത്രം എത്രയോ പേരുകളാണ്. പഴയ നിയമത്തിലൊക്കെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ, ഉന്നതൻ, ഉയർന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ, അത്ഭുതമന്ത്രി, വീരനാഥിക, നിത്യപിതാവ്, സമാധാന പ്രഭു. ശ്രോത്രം നിയമത്തിലേക്ക് വരുമ്പോൾ യേശു, മശിഹ, കർത്താവ്, യേശു ക്രിസ്തു, വാതിൽ, വഴി, മുന്തിരിവള്ളി, ജീവൻ, ശ്രോത്ര, ആമി, ഇടയൻ, വാതിൽ, എന്തൊക്കെ വാക്കുകളായിരുന്നു. ഉദയ നക്ഷത്രം, ദാവീദിന്റെ പേര്, യഹൂദാഗോത്രത്തിന്റെ സിംഹം, ഇതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധമോ അങ്ങനെ തന്നെ. ചുമ്മാ നമ്മളെല്ലാം തപ്പിപ്പറക്കി ബുദ്ധിമുട്ടുള്ളതാണ്. മര്യാദയ്ക്ക് എണ്ണിയാൽ 430ഓളം കിട്ടിയേക്കാം. ദൈവത്തിന്റെ പേരുകൾ വേദപുസ്തകത്തിൽ പ്രമാദമായിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ പത്രോസ് 3 പേരുകൾ പറയുന്നു ദൈവത്തിന്, യേശുവിന്. അതിലൊന്നാണ് ജീവനുള്ള കല്ല്. 3 പറയുന്നത് പറഞ്ഞ് നിങ്ങൾക്ക് കടപ്പെടുന്നത് ശരിയല്ലോ. രണ്ടാമത്തത് ഒന്ന് വായിച്ചേക്കണം. 2-ാം അധ്യായത്തിന്റെ തന്നെ 25-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിച്ചാൽ 2:25. നിങ്ങൾ തെറ്റി വീഴുന്ന ആടുകളെ പോലെയായിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയിലും അധ്യക്ഷനുമായിട്ട് ആത്മാക്കളുടെ ഇടയിലും. അത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയത്, ആരും പ്രസംഗിക്കാതെ വെച്ചിട്ട് പോയത് 2-ാമത്തെ വാക്കാണ്. ആരാ? അധ്യക്ഷൻ. പത്രോസ് പറയുന്നു, പണ്ട് നിങ്ങൾ തെറ്റി ഉടലുന്ന ആടുകളായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഏതാണ്ട് പുതിയ നല്ലത് കൊട്ടി പാട്ട് പാടുന്ന ഗ്രൂപ്പിൽ ചേർന്നോ നല്ല എഴുതിയിരിക്കുന്നു. അതൊക്കെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി, സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് മുന്നോട്ട് പോകാൻ ആവശ്യമാണെങ്കിൽ ചെയ്തേ പറ്റൂ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വന്ന ചേഞ്ച് എന്താ? നിങ്ങൾക്ക് വന്ന മാറ്റം എന്താ? ഞങ്ങൾക്ക് വന്ന മാറ്റമാണ്. പണ്ട് ഞങ്ങൾ തെറ്റി ഉടലുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എവിടെ പോയാൽ രക്ഷ കിട്ടും, ആരോട് മാറ്റിച്ചാൽ സ്വപ്നം ഗുണം കിട്ടും, എവിടെ പോയി മുട്ടുകുത്തിയാൽ, എവിടെ പോയി നേർച്ച കഴിച്ചാൽ അതല്ലായിരുന്നു വാസ്തവത്തിൽ സ്വപ്നം. ഇപ്പൊ നമ്മളിതൊന്നും അറിയാത്ത പഞ്ചപാപങ്ങളായിട്ട് ഇരിക്കരുത്. പണ്ട് ഓർക്കുന്നുണ്ടോ? സ്തോത്രം. എല്ലാം എൻ്റെ കാര്യം തന്നെ എങ്ങനെയാ പറയുന്നത്? ഇത്ര ആൾക്കാർ ഇരിക്കുമോ? എന്നാണെങ്കിൽ ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറയേണ്ട വരില്ല. കാരണം എന്തോ ഒരു സ്ഥലങ്ങളില്ല സ്വപ്നം ഈ ഒരാഴ്ചയിൽ കർത്താവിനെ കണ്ടെത്തുന്നതിനേക്കാൾ മുമ്പ് എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ ജനിച്ചു വന്നത് എറണാകുളത്തിലെ മലയോരത്തിലാണ്. സ്വത്രം. എൻ്റെ അപ്പൻ ഞങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം മന്ത്രവാദികൾ, ശകുനവാദികൾ, ആവിചാരം ചെയ്യുന്നവർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ രാത്രിയിൽ കൊണ്ടുപോയി 2-2:30 വരെയൊക്കെ പോയി ഈ സ്വത്രം ഞാനും എൻ്റെ അനിയൻ്റെ അപ്പന് ഞങ്ങളെ 3 പേരുടെയും ധരിച്ചിരുന്ന ഷർട്ട് കൂടി മാറ്റി ഒരു നേരിയ മുണ്ട് മാത്രം ഒളിപ്പിച്ച് കളമര ചടങ്ങത്തിരുത്തി സ്വപ്നം 2:2 വരെ ഹോമം നടത്തി പിറവത്തുള്ള ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു മനയിൽ പോയിരുന്നത് ഓർക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ പാസ്റ്ററിന് ശേഷം മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റിൽ ആ മനയെ കുറിച്ച് ഒരു സപ്ലിമെന്ററി ഫീച്ചർ വന്നു. അന്ന് എന്റെ മനസ്സിൽ ഓർത്തു, സ്വപ്നം പണ്ട് ഗതി കിട്ടാൻ വേണ്ടി എന്റെ അപ്പൻ അവിടെ പോയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ഹോമത്തിന് കൊണ്ടുപോയി അവിടെ കളമെഴുതി ഗുരുതി കഴിച്ച് സ്വപ്നത്തേക്ക് മടങ്ങി വന്നത് ഓർക്കുന്നു. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ എൻ്റെ അമ്മ എൻ്റെ അപ്പന്റെ കള്ളുകൂടി മാറാൻ വേണ്ടി ചെരിപ്പെടാത്ത കാലമായി സ്വന്തം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഏകദേശം 160 കിലോമീറ്റർ ദൂരമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എനിക്കെന്ന് കൂടിക്കഴിഞ്ഞാൽ സ്വന്തം 14-12 വയസ്സ് പ്രായമുള്ളപ്പോൾ ചെരിപ്പൊന്നും ഇല്ലാന്ന് ചെരിപ്പെടാത്ത കാലമുണ്ട്. നല്ല മീനമാസത്തിലെ സ്വന്തം വെട്ടിത്തിളങ്ങുന്ന സൂര്യന്റെ കീഴെ ടാറിട്ട റോഡ് സ്വന്തം നല്ല ഇരുമ്പ് പഴുത്ത് കിടക്കുന്ന പോലെ പഴുത്ത് കിടക്കുന്ന കാലത്ത് ചെരിപ്പെടാതെ 160 കിലോമീറ്റർ ദൂരമുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രായമുള്ളവരുടെ കൂടെ എന്റെ അപ്പന്റെ കുടിമാറാൻ വേണ്ടി നടത്തി വിട്ടിട്ടുണ്ട്. വഴിപാടുന്ന അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ തെറ്റി
ഉഴന്ന് നടന്നവനാ ഞാൻ, നിങ്ങളതൊന്നും അല്ലാത്തത് കൊണ്ട് സ്വന്തം അല്ലെന്നല്ല ഇത്ര നേരം പറഞ്ഞു. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ കരയാതിരിക്കാൻ പറ്റില്ല, പച്ചയ്ക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ദൈവങ്ങളാണോ ഏതെല്ലാം സ്ഥലങ്ങളിൽ കറങ്ങി നടന്നു. ഇന്ന് ലഭിച്ച ഭാഗ്യം എന്താ? ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാൻ വരുന്ന അച്ചാനെ കിട്ടിയതല്ല ഗുണം. പിന്നെ എന്താ ഗുണം അറിയാമോ? ആ ഉഴന്ന് നടക്കുന്നത് കണ്ട് കർത്താവിന് സാക്ഷാൽ സർവശക്തനായ സച്ചിദാനന്ദനായ സർവേശ്വരനായ ദൈവത്തിന് കഴിവ് തോന്നി. ഞങ്ങൾ പരമാർത്ഥികളാണ് തോന്നി, അറിവുകളാണ് മനസ്സിലായി. അറിയാനുള്ള കാര്യങ്ങളെ ഗണ്യമാക്കാത്ത പരമകാരുണ്യവാനായ ദൈവം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ ഞങ്ങളെ രക്ഷിച്ചു. അങ്ങനെ ഞങ്ങളെ അധ്യക്ഷന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അന്ന് മുതൽ ഞങ്ങൾ ജീവിതം മാറാൻ തുടങ്ങി. അന്ന് മുതൽ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ തുടങ്ങി. അന്ന് മുതൽ ഞങ്ങളെ ദൈവം മാനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വേദവാക്യം വെച്ചുകൊണ്ട് പറയാം, അധ്യക്ഷന്റെ അടുക്കലേക്ക് ആര് വരുന്നു അവരുടെയൊക്കെ ഖ്യാതി മാറ്റി വരും ദൈവം. ശ്രദ്ധിച്ചോ? അധ്യക്ഷൻ യേശുവിനെ വിളിച്ച പേരാ. മലയാളത്തിൽ അങ്ങനെയാ. ഗ്രീക്കും ഹീബ്രു ഇംഗ്ലീഷൊക്കെ വായിച്ചാൽ ഒരു ഗംഭീര വാക്കായി പോകും. ചിലപ്പോൾ എനിക്ക് ഓർക്കുണ്ടായി തോന്നിയിട്ടുണ്ട്, ബൈബിൾ പ്രസംഗിക്കാൻ ഏറ്റവും സുഖമുള്ള ഭാഷ മലയാളമാണ്. കാരണം മലയാളത്തിൽ കിട്ടുന്നത് പോലത്തെ ചില വാക്കുകൾ വേറെ ഒരു ഭാഷയിൽ കിട്ടിയാൽ സ്തോത്രം. ചിലപ്പോൾ മലയാളത്തിലാ നല്ലത്, ചില സന്ദർഭങ്ങളിൽ മലയാളത്തിൽ ചില വാക്കുകൾ പിടികിട്ടുകയില്ല. അപ്പം മാത്രം വേറെ ഏതെങ്കിലും ഭാഷ നോക്കുക നല്ലത്. മലയാളം ഈ വാക്യത്തിന് മലയാളത്തിൽ ഒത്തിരി റെഫറൻസുകൾ മറ്റു ചില ബൈബിളുകൾ നോക്കിയിട്ടുണ്ട്. ആ ബൈബിളുകൾക്കകത്തൊന്നുമില്ലാത്ത സ്വത്രം വാക്കാണ് മലയാളത്തിൽ വന്നത്. വേറെ ഒരു ഭാഷയിലും ഇല്ലാത്ത അധ്യക്ഷൻ. യേശു ക്രിസ്തു ഒരു അധ്യക്ഷനാണ്. അധ്യക്ഷന്റെ കൈകീഴ് വന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അധ്യക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആണ്. നമുക്ക് ഇന്ന് രാത്രി യോഗത്തിന്റെ അധ്യക്ഷനുണ്ട്. ബഹുമാനപ്പെട്ട കർത്തദാസൻ പ്രൗഢമായ രീതിയിൽ തന്റെ തനതായ ശൈലിയിൽ ആത്മീയ അന്തരീക്ഷത്തിൽ ഈ യോഗത്തെ എത്രത്തോളം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഓരോരുത്തർ കയറി വന്ന് പാടി പ്രസംഗിച്ചു, സ്തോത്രം പ്രാർത്ഥിച്ചു, സ്തോത്രം നന്ദി അത് ചെയ്യുന്നത്. പക്ഷെ സംഭവം റിമോട്ട് ചെയ്യുന്നത് അധ്യക്ഷന്റെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഇന്ന് രാത്രിയിലെ അനുഗ്രഹീതനായിരിക്കുന്ന അധ്യക്ഷൻ പാസ്റ്റർ ടി വി ജോയ് അവർ ഈ രാത്രിയിലെ യോഗത്തിന് അധ്യക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ യോഗത്തിന്റെ ഗതി എന്തായ? അത് നമ്മൾ ചിന്തിച്ചെടുക്കണമെങ്കിൽ പല റേഡിയോ ചൂടായി വരുന്നത് പോലെയാണ്. നീ ചിന്തിച്ചെടുക്കുമ്പോഴത്തേക്കും 10:15 ഈ രാത്രി ഇത്രയും നല്ലൊരു അധ്യക്ഷൻ ഉണ്ടായതുകൊണ്ടായിരുന്നു. എന്നിട്ടും ഈ തിരുവല്ലയിലൊക്കെ വരുവാണെങ്കിൽ എപ്പോഴാണ് ഈ അധ്യക്ഷന്റെ ഗുണം പറയാമോ? തിരുവല്ലയിലുള്ള ശവാലയ്ക്ക്, നമ്മുടെ ശവാലയ്ക്ക് അല്ലാതെ നമ്മുടെ ഈ വേറൊട്ടരുടെ ശവാലയ്ക്കിലാണ് 2 അധ്യക്ഷന്മാരൊക്കെ ഒരു ശവസംസ്കാര ശുശ്രൂഷ ചെയ്തു. 2 അധ്യക്ഷൻ. ഒരധ്യക്ഷൻ പേര് പറയാനും മറ്റേ അധ്യക്ഷൻ പാണ്ഡ്യ പിടിച്ച് വലിക്കാനും. എന്നിട്ടും 2 മണി കടക്കേണ്ട ശവം 4:45 പോലും കിട്ടിയത്. കാരണം ഇത് കൺട്രോൾ ചെയ്തൊരു സ്ഥലത്ത് കൊണ്ട് ഒതുക്കണ്ടേ? ഈ അധ്യക്ഷനായിരിക്കുന്നതുകൊണ്ട് അധ്യക്ഷനായ യോഗത്തിന് മാത്രമല്ല, ഒരു സംഘടനയുടെ, ഒരു സഭയുടെ, ഒരു സെന്ററിന്റെ ഒക്കെ അധ്യക്ഷനായിരിക്കുന്നവരെ ഓർത്ത് വല്ലപ്പോഴെങ്കിലും സ്വതന്ത്രം പറഞ്ഞേക്കണം. ഇതിന് പരിവർത്തനം കൊണ്ടുപോകുന്ന വളരെ ചെറിയ കാര്യമല്ല. അധ്യക്ഷന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മാസമെങ്കിലും എന്തിൻ്റെയും ഒരു അധ്യക്ഷനായിരിക്കണം. ഇത് കലക്കമില്ലാതെ, പ്രശ്നമില്ലാതെ, പൊട്ടിപ്പോകാതെ, കൈവിട്ടു പോകാതെ ഇത് കൊണ്ടുപോകണമെങ്കിൽ അധ്യക്ഷന്റെ കയ്യിലാണ് സംഭവിക്കുന്നത്. ഇന്ന് രാത്രിയുടെ അധ്യക്ഷനുള്ളത് കൊണ്ട് കൃത്യം എത്ര മണിക്ക് തുടങ്ങണം, എത്ര മണി വരെ പാടണം, അത് കഴിയുമ്പോൾ എപ്പോൾ പ്രാർത്ഥിക്കണം. ഇതൊരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആയതിന്റെ പേരിൽ ഇതിനൊരു കമ്മിറ്റി ഉള്ളത് കൊണ്ട് കൃത്യമായൊരു പ്രോഗ്രാമിസ്റ്റ് കയ്യിലുള്ളത് സത്യമാണ്. പക്ഷെ അതുണ്ടെങ്കിലും അവരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനെ കൃത്യതയോടെ കൈകാര്യം ചെയ്ത് കൊണ്ടുവന്നത് സമയത്ത് കൊണ്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് അധ്യക്ഷന്റെ പ്രൗഢതയ്ക്കകത്തിരിക്കുന്നതാണ്. അതാണ് അധ്യക്ഷൻ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുക. പിന്നെ രാത്രിക്കാലം ഞാൻ നിന്നോട് പറയാം, ഒരു യോഗത്തിന്റെ അധ്യക്ഷനല്ല. ശ്രദ്ധിച്ചിരിക്കണം, ഒരു യോഗത്തിന്റെ അധ്യക്ഷനല്ല. യേശു ക്രിസ്തു നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായി വരികയല്ല. പക്ഷെ ഇന്ന് രാത്രി
നമ്മൾ സമ്മതിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അധ്യക്ഷനായി യേശു വരും. അങ്ങനെ ജീവിതത്തിന്റെ അധ്യക്ഷനായി യേശു വന്നാലുള്ള ഗുണമല്ല, അമ്മ മുതൽ അടുക്കും കിട്ടേണ്ട സത്യമാണ്. ഞങ്ങളുടെ വിശ്വാസത്തിൽ വന്നപ്പോഴേ വേറെ വഴിയില്ല. സ്വന്തം വിശ്വാസത്തിൽ വന്നപ്പോഴേ ഞങ്ങൾ ഗതികെട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ നോക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ കാലാടുന്ന സ്വന്തം ഒരു ബെഞ്ച്, 2 പട്ടിക വെച്ച് തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ കാലാടുന്ന ബെഞ്ച്. അത് ഞങ്ങളുടെ വീട്ടിലുള്ളവരല്ല, വേറെ ആരിരുന്നാലും കാണാൻ പോകും. ഞങ്ങൾക്കൊരു ബാലൻസ് ഒന്നും അതിരിക്കാൻ പുറത്തുനിന്ന് വന്നാൽ ഇരുത്തിയാൽ കുഴപ്പമില്ല. ആ ഒരു സാധനം ഉണ്ടാകുന്നു. അങ്ങനെ ഒന്നും മേടിക്കാൻ പറ്റില്ല. എൻ്റെ അപ്പം കഴിയാത്ത വലിയ എൻ്റെ അമ്മ കൂലിപ്പണിക്കാരിയായിരുന്നു. നെയ്ക്കാട്ടിന് പോയി മാമേശ്വരിമാരുടെ കൂടെ ചാർന്ന് കൂട്ടാനും നല്ല വെട്ടുകല്ല് ചുമ്മാനും പോയി ഞങ്ങളെ വളർത്തിയത്. അപ്പം കുടിച്ചിട്ട് നടക്കല്ലായിരുന്നല്ലോ. റേഷൻ കടയിൽ അരി മേടിച്ച് ഞങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അമ്മ അപ്പനും പണിയെടുക്കും. രാത്രി ഇച്ചിരി സ്ഥലത്തിനകത്ത് വന്നിട്ട് അവർ കപ്പലിന് പോയി വെയിൽ കൊണ്ട് പണിയെടുത്ത് വന്നിട്ട് വൈകുന്നേരം മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് പുറമ്പ് കടച്ച് കപ്പയും കാച്ചിൽ വിട്ട് അതും വിറ്റ് എന്നിട്ടും ഒന്നും നടക്കില്ല. കടത്തിൻ്റെ കട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അധ്യക്ഷന്റെ അടുക്കളയിൽ ചെയ്യുന്നത്. ഏത് എന്റെ പ്രസംഗത്തിന് കൂടെ നിങ്ങളുണ്ടല്ലോ, യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. എങ്ങനെയാണെന്നറിയില്ല, സത്യം ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയില്ല. ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ 2 കസേര വാങ്ങിച്ചു. അതെങ്ങനത്തെ കസേര അറിയാമോ? പണ്ടത്തെ ഇരുമ്പിനകത്ത് പ്ലാസ്റ്റിക് വണ്ടി കെട്ടി ഓർക്കുന്നുണ്ടോ? അന്ന് ജനിക്കണമായിരുന്നു. അതൊക്കെ കാണണോ? മനസ്സിലായി? 1980 ശേഷം ജനിക്കുന്നതായിരുന്നു. എല്ലാവരും ഇതൊക്കെ പറയുമ്പോൾ ആരും കണ്ടിട്ടില്ല. നീ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി പ്ലാസ്റ്റിക് മടങ്ങി കെട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യം എൻ്റെ അമ്മ ഇൻസ്റ്റാൾമെന്റുകാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ കൊണ്ടുവരുമായിരുന്നു. അയാളുടെ ഓർമ്മ മേടിച്ചിട്ടു. അയാൾ പറഞ്ഞു ആഴ്ചയിൽ 2 രൂപ വെച്ച് തന്നു നിർത്താൻ മതി. സ്വത്രം അങ്ങനെ 2 രൂപ കൊടുത്തത് മേടിച്ചിട്ടു. അടുത്ത ആഴ്ച വന്നപ്പോൾ 2 രൂപയില്ല. ചേട്ടൻ ഇല്ലാത്തൊരു പറഞ്ഞ് പോയി. അടുത്ത ആഴ്ച വന്നപ്പോൾ പറഞ്ഞു ഇന്നും മേടിച്ചു വയ്ക്കും, അതായത് പോയി. 3-ാമത്തെ ആഴ്ച വന്നപ്പോൾ അമ്മ വീട് തുറക്കാനൊന്നും വെച്ചപ്പോൾ ചാക്ക് വിളിച്ചിട്ടിരിക്കുക. അമ്മ പുറകിലേക്ക് മാറി നിന്നു. അയാൾ പുറകെ വിളിച്ചിട്ട് പോയി. 3-ാമത്തെ ആഴ്ച 4-ാമത്തെ ആഴ്ച വേറെ ആളെ കൊണ്ടുവന്നിട്ട് കസേര എടുത്തിട്ട് പുള്ളി പോയി. കാരണം 2 രൂപ ആഴ്ച കൊടുക്കാൻ നടക്കില്ലായിരുന്നു. അധ്യക്ഷന്റെ അടുത്ത് വന്നതിന് ശേഷം 2 കസേര ഇൻസ്റ്റാൾമെന്റ് അല്ല, കാശ് കൊടുത്ത് മേടിച്ചു. എൻ്റെ അപ്പനാരുടെ കൂടെ കൈ നീട്ടിയില്ല. ഞങ്ങളാരും പണിക്ക് പോയില്ല. പെന്തിക്കോസിൽ ചേർന്നതിന്റെ പേരിൽ സായിപ്പ് കാശ് തന്നില്ല. അവര് കസേര മേടിച്ച് തന്നില്ല. എൻ്റെ അപ്പൻ ഒരു ചെറുകിട ബിസിനസ്സുകാരനായിരുന്നു. ആ ബിസിനസ് മതിയായിരുന്നു, പക്ഷെ അധ്യക്ഷന്റെ അടുക്ക് വരണമായിരുന്നു. ഇപ്പൊ വെറുതെ പറന്നുകൊണ്ട് പണയപ്പെടുത്തിയിട്ടും വല്ലാത്ത കച്ചവടമൊന്നും തുടങ്ങി പിള്ളേരുടെ കിടക്കാടം കൂടി നഷ്ടപ്പെടുത്തണ്ട. അതിനേക്കാൾ മുമ്പ് അധ്യക്ഷന്റെ അടുക്കൽ വന്ന് കീഴ്പ്പെടണം. അവന്റെ അടുക്ക വന്നിട്ട് പറയണം, ഞാനൊരു ചെറിയ സംരംഭം തുടങ്ങാൻ പോവാ, എന്നെ ഒന്ന് സഹായിക്കണം. ഇന്നു മുതൽ എന്റെ നിയന്ത്രണം അങ്ങായിരിക്കണം. എന്നെ സമയത്ത് ഉണർത്തണം, എന്നെ സമയത്ത് ഇരുത്തണം. വേണ്ടാത്ത ഒരു കാര്യത്തിന് എന്നെ വിടരുത്. എന്റെ കൂടെ വേറെ ആരെ നടക്കാൻ അനുവദിക്കരുത്. എനിക്ക് രക്ഷകന്റെ മതിയാകൂ. എന്റെ കുഞ്ഞിന്റെ പറക്കമുറ്റാറായിട്ടില്ല. ഇത്രയും കാലമായിട്ട് ഒന്നും ഒന്നില്ല. കടത്തിന്റെ മേൽ കടം മാത്രമേ ഉള്ളൂ എന്ന് ദൈവപുത്രനായ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ആരാധ്യനായ മാനവരാശിയുടെ രക്ഷകനായ ഈ ലോകം കണ്ടു വെച്ച് മഹാ അധ്യക്ഷനായ എന്റെ യേശുവിനോട് ഇന്ന് രാത്രി ആരെങ്കിലും പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ കൂടെ അവൻ വഴികാട്ടിയായിട്ടല്ല അധ്യക്ഷനായി വരും. അധ്യക്ഷനായാൽ നമ്മുടെ ജീവിതത്തിന് മുഴുവൻ നിയന്ത്രണമാവും. സാമ്പത്തികം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ കൊടുക്കവാങ്ങലുകൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, ഇതെല്ലാം ഒരു സംവിധായകനെ പോലെ ഈ അധ്യക്ഷൻ ക്രമീകരിച്ചു തരും. സ്തോത്രം. സത്യം. ഞാൻ പറഞ്ഞല്ലോ, പത്രോസിന്റെ അനുഭവമാണിത്. എത്ര വീശിയാലും മീൻ കിട്ടാതിരുന്നവന്റെ പടകിലേക്ക് അധ്യക്ഷൻ കയറിയിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ വീശാണ്. സത്യമാണെങ്കിൽ രാമി പറഞ്ഞത്. കടലുമായിട്ട് പരിചയമില്ലാത്തവനല്ല. സ്വത്രം. മുട്ടയിലടഞ്ഞ് നടക്കുന്ന പ്രായം മുതൽ മീൻ പിടിക്കാൻ നടന്നവനാ. മുക്കുവന്റെ തലതൊട്ടപ്പനാ. സ്വത്രം. ആ കടലുമായിട്ട് പരിചിതനാ. പക്ഷേ
സ്വത്രം പലവട്ടം വീശിയിട്ട് ഒന്നും കിട്ടാതെ കൂട്ടാത്തിന് പോലും, അതെ ബൈബിളിന്റെ ഭാഷ, കുഞ്ഞുങ്ങളെ കൂട്ടാത്തിന് ബന്ധമുണ്ടോ, കൂട്ടാൻ പോലും ഒന്നുമില്ലാതെ വീട്ടിൽ പോയി നിരാശയോടെ പോകാൻ വേണ്ടി പല കണികുന്നവന്റെ പടകിലേക്ക് അധ്യക്ഷൻ കയറി കഴിഞ്ഞപ്പോൾ കാര്യം മാറി കണ്ടോ. ഒറ്റ വീശലിന് രണ്ടു രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ആർക്കോ വേണ്ടി ദൈവമായ കർത്താവ് എന്നെ പ്രസംഗത്തിന്റെ ട്രാക്കിൽ നിന്ന് വലിച്ചോണ്ട് പോയിട്ട് പറയുക, ചിലരോട് രക്ഷപ്പെടപ്പെടാ ആനന്ദവാടി എന്ന സ്വന്തം ഈ വീരനാളിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കൺവെൻഷൻ വെച്ചതുകൊണ്ട് ഇന്ന് രാത്രി വരാത്തോര് വന്നിട്ടുണ്ടോ, അവരോട് രക്ഷപ്പെടപ്പെടാന്ന് ദൈവം എന്റെ അടുക്കൽ എന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നീ നിന്റെ പടകന്റെ അധ്യക്ഷനാക്കി യേശുവിനെ കയറ്റിയ സ്തോത്രം. കർത്താവ് നിന്നേക്കാളൊക്കെ വിടുവിക്കലാണ്. എനിക്ക് 40 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ എന്റെ കർത്താവ് ഇതെല്ലാം ഉണ്ടാക്കിയവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അധ്യക്ഷന്റെ അടുക്കലേക്ക് വന്നാൽ ജീവിതം രക്ഷപ്പെടും. സ്തോത്രം. അധ്യക്ഷന്റെ അധികാരം കാണണമെങ്കിൽ വീട്ടിലേക്ക് അധ്യക്ഷൻ വന്നാൽ, അധ്യക്ഷനായി വന്നാൽ, അധ്യക്ഷന്റെ അധികാരം കാണണമെങ്കിൽ നിങ്ങൾ യായിറോസിന്റെ വീട്ടിൽ വരണം. യായിറോസിന്റെ വീട്ടിൽ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ അധികാരം എന്താണെന്ന് കാണണം. ഏതായാലും സ്തോത്രം, വന്ന വഴിക്ക് പ്രസംഗം പോകാത്തതിന് പേരിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വഴിക്ക് തന്നെ നോക്കുക. സ്തോത്രം. കേൾക്കണേ, യായിറോസിന്റെ മോക്ക് മരിക്കത്തക്ക ദീനപിടിവിട്ട് കിടക്കുക. അങ്ങനെ മരിക്കത്തക്ക ദീനപിടിവിട്ട് കിടക്കുന്ന ആ പ്രത്യേക സമയത്ത് പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസ് അദ്ദേഹം അവസാന നിമിഷം വരെ പിടിച്ചു നിന്നു. ചില ദീനം വന്നപ്പോൾ യേശുവിനെ അറിയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പള്ളി പ്രമാണത്തൊക്കെ വെച്ചുകൊണ്ട് നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് പറയുമെന്ന് ഓർത്ത് പിടിച്ചു നിന്ന് അവസാനം ഊർദ്ധശ്വാസം വലിക്കാൻ തുടങ്ങി. അങ്ങനെയല്ലേ പറയുന്നത്, അവസാനത്തെ നിമിഷങ്ങളിൽ ശ്വാസം വലിച്ച് ഊതി വിടാൻ തുടങ്ങി. ആ സമയത്ത് 12 വയസ്സുള്ള മോളുടെ മരണം മുഖാമുഖം കാണുമ്പോൾ എൻ്റെ വിചാരം പറയാട്ടോ, ചില കാര്യങ്ങളൊക്കെ ഞാൻ ബൈബിളിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരു തെളിവ് കിട്ടാതിരുമ്പോൾ ഗസ് ചെയ്യും, അല്ലെങ്കിൽ സ്വന്തം വിചാരിച്ച് ആ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കും. ഒരുപക്ഷെ യായിറോസ് വീട്ടിൽ ആരോടും പറയാതെ, ഭാര്യയോടോ വീട്ടിലാരോട് പറഞ്ഞ് നടക്കുകയില്ല, അവരോട് ആരോടും പറയാതെ കാതിൽ ഒരു വാർത്ത കേട്ടിരുന്നു, നമ്മുടെ നാട്ടിലൂടെ മരുന്നില്ലാതെ മാരക രോഗങ്ങൾ സൗഖ്യമാക്കുന്ന ഒരുവൻ നടക്കുന്നുണ്ട്. കുറച്ച് നാളായി നമ്മുടെ യഹൂദ മാർഗം അവനെ എതിർക്കുന്നെങ്കിലും സംഭവം സത്യമാണ്, അനേക രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ഇത് കേട്ടിരുന്നതിന്റെ വെളിച്ചത്തിൽ കുഞ്ഞ് മരിക്കാതിരിക്കാൻ അവസാന നിമിഷങ്ങളിൽ യായിറോസ് ആരോടും പറയാതെ യേശുവിനെ തപ്പിയിറങ്ങി. യേശു എവിടെ അറിയില്ല, എന്നത്തെ പോലെ ലൊക്കേഷൻ മാപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് യേശുവിനെ തപ്പിയിറങ്ങി. കർത്താവിനെ ഒരു കണക്കിന് കണ്ടെത്തി. കർത്താവിനോട് കാര്യം പറഞ്ഞു, കാൽക്കൾ ഇട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മരിക്കാറായി, എൻ്റെ വീട് വരെ വരണം. എൻ്റെ കർത്താവിനെ ഓർത്ത് ഞാൻ എന്ന് സ്തുതിക്കും. സ്തോത്രം. മുൻപരിചയമില്ലെങ്കിലും ഇപ്പോൾ വന്നവൻ കാലേ വീണിട്ട് വീട്ടിൽ വരാൻ പറഞ്ഞാലും ഒരാഴ്ചത്തേക്ക് ഡേറ്റ് ഇല്ല എന്ന് പറയുന്നവനല്ല യേശു. സ്തോത്രം. കർത്താവ് ആ മനുഷ്യൻ വന്നപ്പോൾ പള്ളിപ്രമാണിയല്ല, കുറച്ച് അനുഭവിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ പള്ളിക്കാരനും സഭക്കാരനല്ലാത്തതിൻ്റെ പേര് വരില്ലെന്നും പറഞ്ഞില്ല. യേശു അവൻ്റെ കൂടെ പോയി. യേശുവിൻ്റെ കൂടെ പോയ സമയത്താണ് അപ്രതീക്ഷിതമായി, നിർഭാഗ്യവശാൽ എന്ന് ഞാൻ പറയുന്നില്ല, അപ്രതീക്ഷിതമായി രക്തസ്രാവക്കാരി സ്ത്രീ വന്നു. കൊച്ചു മരിക്കാൻ വേണ്ടി അവസാന ശ്വാസം വലിച്ചു കിടക്കുന്നത് കണ്ടിട്ടായി യായിറോസ് വന്നത്. അപ്പോഴാണ് രക്തസ്രാവക്കാരി സ്ത്രീ മരിക്കാൻ കിടക്കുമല്ല, അവിടെ നടന്നല്ലേ വന്നത്. അവിടെ നിന്ന് യേശുവിന്റെ വസ്ത്രത്തെ പിടിച്ച് കർത്താവ് അതിനിടയിൽ തിക്കും തിരക്കുണ്ടായി. അവിടെ ആരാന്ന് അന്വേഷിച്ച് അവിടെ കണ്ടെത്തി, അവരോട് സംസാരിച്ച് അവിടെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചപ്പോഴത്തേക്കും എൻ്റെ കണക്കുകൂടൽ ശരിയാണെങ്കിൽ 1/2 മണിക്കൂർ പോയി. ആ തിരക്ക് ട്രാഫിക് ജാം പോയി. ആ 1/2 മണിക്കൂർ കൊണ്ട് കൊച്ചു മരിച്ചു. യായിറോസ് മലയാളിയായിരുന്നെങ്കിൽ ആ രക്തസ്രാവക്കാരി സ്ത്രീയെ പ്രായി കൊന്നാണ്. കാരണം ഞാനാണ് ആദ്യം വന്നത്, നിന്റെ കുടുംബത്തെ രക്തസ്രാവം കാരണം എൻ്റെ കൊച്ചു കത്തുപോയി ശ്രോത്രം എന്ന് പറഞ്ഞ് യേശുവിനോട് പിണങ്ങിയാണ്. പക്ഷേ മലയാളി അല്ലാത്തത് കൊണ്ട് ശ്രോത്രം. ഞാനൊരു തോന്നു പറയാം, തമാശ പറയല്ല. ഒരുപക്ഷെ നീ ആയിരിക്കും യേശുവിനെ
നിന്റെ വീട്ടിൽ ആദ്യം വിളിച്ചത്. എന്നിട്ടും ഇന്നലെ കയറി പിടിച്ചവൾക്ക് വിടുതൽ കൊടുത്തു. നിന്റെ വിഷയത്തിൽ വിടുതൽ താമസിച്ചാൽ ഇനി നീ യായിറോസിനെ ഓർത്തേക്കണം. ഒരു വിഷമം വിചാരിക്കരുത്, ഒരു ബഹളവും വെക്കരുത്. നീയാണ് ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ വിടുതൽ കൊണ്ട് ആദ്യം പോയത് മറ്റേ അമ്മേ. അപ്പോഴത്തേക്ക് നിന്റെ വിഷയത്തിൽ ഇത്തരം പ്രശ്നം ട്രാജഡി ആകുകയും ചെയ്യും. പക്ഷെ പേടിക്കണ്ട, കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ വരുന്ന എല്ലാ വിഷയങ്ങളും ദൈവം കൈകാര്യം ചെയ്യും. അത് ഭാരപ്പെടണ്ട. ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചെന്നെ പോയേ വന്നവരോട് എല്ലാം പറഞ്ഞു എൻ്റെ ഉച്ചത്തിൽ ഒന്നും പേടിക്കുക, അങ്ങനെയൊന്നും പറയാതിരിക്കുക. ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീകം പോകത്തുള്ളൂ. ഒന്ന് പറയുന്നത് എല്ലാം കർത്താവിനെ ഏൽപ്പിക്കണം. എന്താണെങ്കിലും രക്തസ്രാവക്കാരി സ്ത്രീ പോയി ആ ബ്ലോക്ക് മാറി മുന്നോട്ട് നടന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് ആൾ ഓടി വന്നിട്ട് പറയുന്നത്, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ബാല മരിച്ചു. 12 വയസ്സുള്ള ഒരു മകൻ മരിച്ചു എന്ന വാർത്ത ഈ മീനനാട് കവലയിൽ വെച്ച് കേൾക്കുന്ന ഒരു അപ്പൻ. ആ അപ്പൻ്റെ ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്തംഭിച്ചു. പദവി മറന്ന് യേശുവിനെ ആശ്രയിച്ചതാണ്. അങ്ങനെയല്ലേ പറയേണ്ടത്? പ്രമാണിത്വം മറന്ന് യേശുവിനെ ആശ്രയിച്ചിട്ട് പ്രയോജനമില്ലാതെ പോയല്ലോ എന്നുള്ള ഭാരം ഒരു വശത്ത്. ഇനി തിരിച്ചങ്ങ് ചെല്ലുമ്പോൾ യേശുവിനെ വിളിച്ചുകൊണ്ട് വരാൻ പോയിട്ട് ലാസ്റ്റ് അവിടെ ചെന്ന് കേൾക്കാനിരിക്കുന്ന വിമർശനങ്ങൾ മറ്റൊരു ഭാഗത്ത്. ഇതെല്ലാം കൂടി അദ്ദേഹം ആകെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ യേശു അത് മനസ്സിലാക്കി. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ആ വന്നു പറഞ്ഞവന്റെ വാക്ക് യേശു കൂട്ടാക്കാതെ. ആ വാക്കൊക്കെ ശോധന ചെയ്തിട്ടുണ്ട്. ചിലരുടെ വാക്ക് കൂട്ടാക്കാതെ നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. യേശുവിനെ വിശ്വസിക്കാൻ ഏതെങ്കിലും കാര്യത്തിൽ ഒരല്പം മടിച്ച് സംശയിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആ വാക്ക് ഒന്നോടെ പറയാം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിനക്ക് എതിരെയോ നിനക്ക് വിഷമിപ്പിക്കുന്നോ ഏത് വാക്ക് എവിടെ നിന്ന് വന്നാലും ആ വാക്ക് കൂട്ടാക്കാതെ നിന്റെ കൂടെ നിന്ന് നിന്നെ ഒരു ജയാളിയാക്കുന്നത് വരെയും നിന്റെ അടുക്കേന്ന് മാറാത്തവനാണ് ഇന്ന് രാത്രി നാം വിശ്വസിച്ച് ആരാധിക്കുന്ന കർത്താവായ യേശു. സ്തംഭിച്ച് കുഴഞ്ഞ് ആകപ്പാടെ സ്വത്രം താഴെ വീഴാൻ പരുവത്തിൽ നിൽക്കുന്ന യായിറോസിനോട് യേശു ഒരു വാക്ക് പറഞ്ഞു. യായിറോസേ, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തോത്രം, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ ഇങ്ങനെ പറയാം, ഇപ്പൊ യേശുവിനെ ഇവിടെ വരെ കൊണ്ടുവന്നത് യായിറോസാണ്. യേശുവിനെ വിളിച്ചുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് യായിറോസിന്റെ നാക്കിറങ്ങി പോയതുപോലെയായി. ഇനി യായിറോസിന്റെ ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഇവിടെ മുതൽ യായിറോസിന്റെ വീട് വരെ യായിറോസ് അല്ല യേശുവിനെ കൊണ്ടുപോയത്, യേശു യായിറോസിനെ കൊണ്ടുപോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി 8-ാം തീയതി രാത്രി ഇവിടെ വരെ നീ വന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്റെ യേശു നിന്നെ കൊണ്ടുപോകുന്ന രാത്രിയായിരിക്കും. പ്രാർത്ഥിച്ചോ, ദൈവമക്കൾ പ്രാർത്ഥിച്ചോ. ഇവിടെ വരെ ആരോ നിർബന്ധിച്ചിട്ട് ഇവിടെ വരെ നീ വന്നു. ഇന്ന് രാത്രി ആരോ പറഞ്ഞിട്ട് വന്നു. ഏതോ ഒരു പ്രത്യേക ഉദ്ദേശത്തോ ഞാൻ പച്ചയ്ക്ക് പറയുന്നു. സാധാരണ ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ ഒന്നും നിങ്ങളിൽ ചിലർ വരാറുള്ളവരല്ല. പക്ഷെ എന്റെ കർത്താവ് എന്തുകൊണ്ട് ഇവിടെ വരെ നിന്നെ കൊണ്ടുവന്നു? പക്ഷെ ഇവിടെ നിന്ന് ഇന്ന് രാത്രി നീ തനിച്ചു പോകില്ല. ഇവിടെ നിന്ന് തിരിച്ചു നീ പോകുന്നത് യായിറോസിനെ യേശു കൊണ്ടുപോയത് പോലെ എന്റെ കർത്താവ് നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഇവിടെ കളഞ്ഞിട്ട് പോകില്ല ബ്രദറേ, ഇവിടെ കളഞ്ഞിട്ട് പോകില്ല. പുറത്തിരിക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകത്തില്ല. ഇവിടെ ഒന്നും നിന്നെ കൊണ്ട് നീ തളരുന്നത് കണ്ടിട്ട് അടുത്ത വണ്ടിക്ക് അവൻ പോകില്ല. യേശു യായിറോസിനോട് പറഞ്ഞു, ഞാനെ കൊണ്ട് അവന്റെ കൈ പിടിക്കേ. കൊച്ചു മരിച്ചതിന്റെ വേദനയിൽ ചേമ്പുണ്ടാവ് പോലെ തളർന്ന മനുഷ്യനെ കൈക്ക് പിടിച്ച് യേശു ആ വീട്ടിൽ ചെല്ലുക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധ്യക്ഷന്റെ അധികാരം. വീട്ടിൽ ചെല്ലുക, വീട്ടിലെ
മരിച്ചപ്പോൾ തന്നെ മരണവീട് നിങ്ങൾക്ക് ഇന്നത്തെ പോലത്തെ കാലാണ്. ഇന്ന് വീടുകളിൽ ആളില്ലല്ലോ. ഇവിടെയൊക്കെ ഉണ്ട്. അത് തിരുവല്ലയിലൊന്നും വീടുകളിൽ ആളില്ല. ഇല്ല, മിക്കവാറും വീടുകൾ അടച്ചിട്ടിരിക്കുക. ബാക്കിയുള്ള വീട്ടിൽ മിക്കവാറും വീട്ടിൽ ഒരു അപ്പനും അമ്മയും കാണും. കാരണം മരിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്തൊക്കെ മൊത്തത്തിൽ വാടകക്കാരാണ്. മരിച്ചെന്ന് അറിയുമ്പോൾ വിളിച്ചിട്ട് കണ്ണു തിരിഞ്ഞ് അടയ്ക്കുന്നത്, താടി കൂട്ടിക്കൊണ്ടിരുന്നത്, കാല് കിട്ടുന്നത്, ആംബുലൻസിൽ കയറ്റുന്നത്, മോർച്ചറി കൊണ്ടുവയ്ക്കുന്നതെല്ലാം ആരാണ്ടും റവറോട്ടുകാരനും സ്വോത്രം കപ്പയ്ക്ക് കിടക്കണമെന്നൊക്കെയാണ്. കാരണം ഒരു വീട്ടിൽ ആളില്ല, മക്കളുമില്ല, ആരുമില്ല. സ്തോത്രം. സ്വാഭാവികമായി ഈ ബാല മരിച്ചപ്പോൾ ബന്ധുക്കളും സ്വന്തക്കാർ ഓടിയെത്തിയപ്പോൾ ആദ്യം അന്വേഷിച്ചത് ആരെയായിരിക്കും? നിങ്ങൾ ഐറോസ് ആയോന്ന് ഐറോസിനല്ലേ കൊച്ചു മരിച്ചു? ആദ്യം അന്വേഷിച്ച ആരെയായിരിക്കും? അപ്പനല്ലേ? കൊച്ചിന്റെ അപ്പനല്ലേ? അപ്പനല്ലേ? അതല്ലേ ചോദിക്കുള്ളൂ. അമ്മയുടെ വെച്ച് അമ്മ ബോധം കെട്ട് താനുമാണ് കൊച്ചു മരിക്കുന്നു വിചാരിച്ചില്ല. ആ സമയത്തൊക്കെ അമ്മയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ല. അമ്മ തല തല്ലി താഴെ കിടന്ന് കരയുന്നു. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ശരി, സ്വന്തം അവിടെ നിന്നൊക്കെ വന്നവർക്ക് ചോദിച്ചു, ഐറോസിന്റെ അപ്പനെന്തേ? അപ്പനെ കാണാനില്ല. എന്നോടാ പോയെന്ന് ആർക്കും അറിയില്ല. കാരണം ഇത് പറഞ്ഞിട്ടല്ല പോയത്. സ്തോത്രം. കുറച്ചു നേരം കഴിയുമ്പോൾ യഹൂദന് നിശ്ചിതനായിരിക്കുന്ന യഹൂദൻ വെറുത്ത് മാറ്റിവെച്ചിരിക്കുന്ന യേശുവിനെ പിടിച്ചുകൊണ്ട് ദേ വരുന്നു യായിറോസ്. വീട്ടിലേക്ക് കയറി വന്ന വഴി മരണം വീട്ടിലാണെന്ന് ചെറുടെ മുഖം ക്രൂദ്ധിച്ചു. അന്നേരം പറഞ്ഞില്ല. ശവാടക്ക് കഴിഞ്ഞിട്ട് പറയാൻ വേണ്ടി വെച്ചിരുന്ന ഒന്നിനും ഡയലോഗുകൾ ഞാൻ പറയാം. അന്നേരം പറയല്ല. കാരണം നമ്മൾ ഒത്തിരി മരണം കണ്ടിട്ടുള്ളതാണ്. ഞാൻ പാസ്റ്റർ ആയതുകൊണ്ട് എന്നും സ്തോത്രം ചെയ്യും. കാരണം ഡോക്ടർ കാണാത്തത്, മോർച്ചറിക്കാരൻ കാണാത്തത്, നേഴ്സ് കാണാത്തതൊക്കെ എന്തോ ഒരു പാസ്റ്ററായ ഞാൻ കണ്ടിരിക്കും. സ്തോത്രം. ഓരോ രംഗങ്ങൾ, ഓരോ സീനുകൾ ഇതെല്ലാം മാറി നിന്ന് കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങൾ പാസ്റ്റർമാർ. സ്തോത്രം. അപ്പോൾ ഈ സവാളക്കെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് യായിറോസ് എന്ന് പറയാൻ വേണ്ടി വെച്ചിരുന്ന കുത്തുവാക്ക് പറയാൻ പോകുന്നില്ല. യേശുവിന്റെ പുറകെ പോകാനില്ലെങ്കിൽ അവസാനം കുഞ്ഞിന്റെ കണ്ണെങ്കിലും തിരുവിടിക്കും അടക്കായിരുന്നു. അതോടെ പറ്റിയില്ല. ഒരു തൊട്ടി വെള്ളം തൊട്ടതിന് കൊടുക്കായിരുന്നു. മരണമെങ്കിലും കാണായിരുന്നു. യേശുവിനെ തിരക്കി പോയത് എന്നേ പറയൂ. അത് പറയാൻ യേശു ഇടവരുത്തിയല്ല. ഇന്ന് രാത്രി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോകുന്നതിനേക്കാവുമ്പോൾ ഞാൻ 50 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് എഴുതി തന്നിട്ട് പോകാം. നീ ഹൃദയം തുറന്നാണ് കർത്താവിനെ വിശ്വസിക്കുന്നതെങ്കിൽ നിന്റെ നാട്ടുകാരെ കൊണ്ടും നിന്റെ വീട്ടുകാരെ കൊണ്ടും അത് പറയിപ്പിക്കാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇടവരുത്തില്ല. അതിനിടയിൽ എന്തെങ്കിലും കർത്താവ് ചെയ്തിരിക്കും. വീട്ടിലേക്ക് കയറിച്ചൊന്ന് വെള്ളം ഒഴിച്ച് മൂക്കിൽ പഞ്ഞി വെച്ച് താടി കൂട്ടിക്കെട്ടി കിടത്തിയിരിക്കുന്ന പൊന്നോമനമോൾ പോകത്തില്ല എന്ന് ഓർത്തിരുന്ന കൊച്ചിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് വിഷ്ടത്തോടെ പോയോ മോളെ ഓർത്ത് കരയാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ യേശു കരുണാമയനാണ്. കുറച്ചേറെ കരഞ്ഞ് വേദന മാറിക്കൊട്ടെ എന്നൊക്കെ ഓർത്ത് എല്ലാവരും കൂടി വന്നു. അപ്പൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ കൂട്ടക്കരച്ചിലുണ്ട്. മരണ വീട്ടിലേക്ക് വിദേശത്തായിരുന്ന അപ്പൻ മരിച്ച ശോത്രം ഇവരെ പറഞ്ഞ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ശോത്രം മകൻ മരിച്ച വീട്ടിലേക്ക് പെട്ടെന്ന് ടെലഗ്രാം അടിച്ചു. കിട്ടിയ ഫ്ലൈറ്റിൽ കയറി നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി ഒരു പെട്ടിയിൽ ഒന്നുമില്ലാതെ കാലിക്ക് വന്ന് ആരോ കൂട്ടിക്കൊണ്ടുവരാൻ വന്നയാള് വീട്ടുമുറ്റത്ത് വണ്ടി വന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് അവിടെ നിന്നവരെല്ലാവരും അല്ലാതെ കരയുന്ന കരച്ചിൽ നിങ്ങൾ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോഴത്തേക്കും അലറി കരഞ്ഞു. കുറച്ചേറെ കരഞ്ഞു. യായിറോസ് കൊച്ചിന്റെ മേൽ വീട് കടന്ന് കരഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു നിമിഷം എല്ലാം ഒന്ന് ശാന്തമായപ്പോൾ അധ്യക്ഷൻ, മറക്കരുത്, അധ്യക്ഷൻ ആക്ടിവേറ്റ് ആകുകയാണ്. ശ്രദ്ധിച്ചോളണം. ആ വീട്ടിലേക്ക് നോക്കിക്കോളണം. അധ്യക്ഷൻ ഇന്ന് രാത്രി പോകുമ്പോൾ യേശുവിന്റെ നാമത്തിൽ 500 രൂപ കൊടുത്തിട്ട് പോയാൽ ഞാൻ ഈ പറയാൻ പോകുന്നത് കിട്ടിയല്ല. യേശുവിനെ ഇന്ന് അധ്യക്ഷനാക്കിക്കൊണ്ടേ പോകാവൂ. ഒന്ന് ശാന്തമായപ്പോൾ അധ്യക്ഷന്റെ ഒരു അനൗൺസ്മെന്റ് ആ വീടിനകത്ത്. അനൗൺസ്മെന്റ് ഇതാണ്: യേശുവോടത്തെ ആചാര്യനല്ല, ശവടക്കമെന്ന ആളല്ല, ഉപദേശിയല്ല, യേശുവിനെ യായിറോസ് കൈക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുക അധ്യക്ഷനായി.
യേശു അധ്യക്ഷനെ അധ്യക്ഷൻ പറയുകയാണ്, ഈ മുറിക്കകത്തിരുന്ന് കുഞ്ഞിന്റെ മൃതശരീരത്തിന്റെ ചുറ്റുമിരുന്ന് കരയുന്നവരെല്ലാവരും നിർബന്ധമായും ഈ മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് പോകണം. അയച്ചിട്ടുണ്ടോ? ഈ മുറിക്കകത്ത് നിന്ന് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നടക്കൂ? മുണ്ടക്കയത്ത് നിന്ന് വന്നിരിക്കുന്ന അമ്മായും അമ്മാച്ചനും കട്ടപ്പനയിൽ നിന്ന് വന്നിരിക്കുന്ന മാവിയും ആണിയനും എല്ലാം കൂടി അതിനകത്ത് കരയുമ്പോൾ ഇപ്പൊ കയറി വന്ന ഉപദേശി പുത്തൻകൂറ്റുകാരൻ പറയാണ്, ഈ മുറിക്കകത്തിരിക്കുന്ന എല്ലാരും പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കൂ? ഇവിടെ ആരും ഇരിക്കാൻ പറ്റിയല്ല. കൊച്ചിന്റെ അപ്പനും അമ്മയും എന്റെ കൂടെ വന്നവരിൽ പ്രധാനികളായ 3 പേര് ഒഴിച്ച് ബാക്കി ഇവിടെ ഇരുന്ന് കരയുന്നവരെല്ലാം പുറത്തേക്ക് പോകണം. എന്നെ എന്റെ കർത്താവിനെ 1000 സ്വോത്രം പറയാൻ പ്രേരിപ്പിച്ചെന്ന് പറയാമോ? ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് കരഞ്ഞ ഒരു കൊച്ചപ്പനും ഉപ്പാപ്പനും താൻ ആരാണോ എന്ന് ചോദിച്ചില്ല. ചോദിച്ചോ? തിരിഞ്ഞു നിന്ന് ഒന്നും പറഞ്ഞില്ല. ഓരോരുത്തരായി മാവിയും ഉപ്പാപ്പനും അണിയനും എല്ലാം പുറത്തു പോയി. പുറത്ത് പോയിട്ട് കൊല്ലം കുത്തി കാണിച്ചു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇല്ലേ? ഒരു ഭ്രാന്തണ്ടെന്ന് പുറത്തിറങ്ങി പറഞ്ഞില്ലേ? ബൈബിൾ വായിക്കണം, അല്ലാതെ ഞാൻ എന്നാ പറയാം? ബൈബിളിനകത്ത് ഇവന് ഭ്രാന്തുണ്ട്, കൊച്ചു മരിച്ചില്ലെന്ന് പറയും. ഇവനാരാ? ഞങ്ങൾ പർസടിച്ച് നോക്കിയതാ, നോക്കി പഞ്ഞു വെച്ച് കിടക്കുന്ന കൊച്ചു മരിച്ചില്ല, ഇവൻ ആരാ എന്ന് പുറത്തിറങ്ങി പറഞ്ഞു. അകത്ത് നിന്നും അറിയാല. അതിനുള്ള ആംബിയർ ഒരു കൊച്ചപ്പില്ല. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ നിവൃത്തിയോട് എഴുതി തന്ന വാക്യമൊക്കെ സ്വാധീനം കൊണ്ട് പറയാൻ പറ്റിയില്ല. സ്തോത്രം. അടുത്ത കൺവെൻഷനോട് പറയാം. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു ആ വീട്ടിലേക്ക് വഴിയെ പോയപ്പോൾ കയറിയതല്ല, ഉത്തരവാദിത്വമുള്ള ഗ്രഹനാഥൻ ആ വീട്ടിലേക്ക് കൈക്കൊണ്ട് കയറ്റിയതാണ്. അല്ല, ചുമ്മാ പോയ വഴിക്ക് കയറിയതല്ല, അവൻ കൈക്കൊണ്ടതാണ്. അതിന്റെ പേരാണ് അധ്യക്ഷനാകുക. യേശു ഒരു വീടിന്റെ അധ്യക്ഷനായാൽ പിന്നെ യേശു തീരുമാനിക്കും, ഇനി ഈ വീട്ടിൽ കരയണോ ചിരിക്കണോ, ഇനി ഈ വീട്ടിൽ ആരിരിക്കണം ആരിറങ്ങണം, ഇനി ഈ വീട്ടിലേക്ക് ആര് വരണം ആര് പോണം, ഇതെല്ലാം ഇന്നു മുതൽ തീരുമാനിക്കുന്നത് അധ്യക്ഷനായിരിക്കും. സ്തോത്രം. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഓർത്തു നോക്കി, യേശുവിനെ അധ്യക്ഷനായി സ്വീകരിച്ച ഒരു വീട്ടിലേക്ക് അവിടെ ഇരുന്ന 80 കിലോ തൂക്കമുള്ളവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സ്തോത്രം, എന്നെ ഈ വീട്ടിന് ഉത്തരവാദിത്തപ്പെട്ടവൻ കൈക്കൊണ്ട് കൊണ്ടുവന്നിരിക്കാൻ ഞാനിവിടെ ചില ശുശ്രൂഷ ചെയ്യാൻ പോകുകയാ, മരണ വീടിനെ സാക്ഷ്യ ഭവനമാക്കി മാറ്റാൻ പോകുകയാ. അതുകൊണ്ട് ഇവിടെ കമന്റ് പറയാൻ ആരും നിൽക്കരുത്, ഇവിടെ കരയാൻ ആരും നിൽക്കരുത്, പുറത്തേക്ക് പോകണം എന്ന് പറയാനുള്ള തന്റെ അളവ് എന്റെ അധ്യക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളിൽ ചിലർ പറയുന്നത് പോലെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച നിങ്ങളുടെ വീട്ടിൽ കൂടെ ആള് കാണാതെ കയറിപ്പോകുന്ന മരത്തുപോക്കിനോടും സ്വന്തം പോരാട്ടത്തോടും യേശു കാണുമ്പോൾ വാടച്ചോട്ടിൽ അറിയോ യേശു? വയനാട്ടിൽ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മേലാ സഭായോഗത്തിൽ എഴുന്നേറ്റ് പറയാൻ നിങ്ങൾക്ക് നട്ടനുണ്ടാവോ? എന്റെ യേശുവിനെ ഞാൻ അധ്യക്ഷനായി സ്വീകരിച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ചങ്ങലകിലക്കോ കേൾക്കുന്നില്ല, കട്ടിലെ കിടന്ന കട്ടിലെ തന്നെ കിടന്ന് എഴുന്നേറ്റ് വരും, ഞങ്ങളുടെ അടുത്ത് ഒന്നും കേൾക്കുന്നില്ല, ഞങ്ങളുടെ പമ്പിക്കൂടെ വലതു പോകൂല, ഞങ്ങളുടെ കഞ്ഞി കൈയിട്ട് വെക്കാൻ വേണ്ടി ആരും വരാവൂ. മനസ്സിലായോ? യേശു അധ്യക്ഷനായ വീട്ടിൽ ഒരു വലതു പോക്കിനും പ്രവേശനമില്ല. യേശു അധ്യക്ഷനായ വീട്ടിൽ ഒരു പാതാളത്തിന് പിശാചുക്കൾക്കും പ്രവേശനമില്ല. ഇന്ന് രാത്രി മുതൽ അവൻ നിശ്ചയിക്കും, ഈ പുരയിടത്തിൽ ആര് വരണോ, ഈ പടിവാതിൽ കയറി ആര് വരണോ, ഇവിടെ ആര് നിൽക്കണോ, ഇവിടെ ആര് വരരുത് എന്ന് നിശ്ചയിക്കുന്നത് നീ കൈക്കൊണ്ട അധ്യക്ഷനായിരിക്കും. അത്ര കൂറ്റൻ പദവിയാണ് അധ്യക്ഷ പദവി യേശുവിന്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രി പറയാൻ സമയമെടുക്കുന്നില്ല. കാരണം നാളെ സഭായോഗമുള്ള ദിവസമാണ്. നിങ്ങൾ വിവിധ സഭകളിൽ നിന്നും ഒത്തിരി ദൂരെ നിന്നൊക്കെ എനിക്കറിയാവുന്ന കണ്ണൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ ആൾക്കാർ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്നൊക്കെ അറിയാവുന്നതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഇന്ന് രാത്രിക്കാലം ഇനി ബാക്കിയുള്ള കാര്യത്തിലേക്കോ ജീവനുള്ള കല്ലിൻ്റെ വിശുദ്ധീകരണത്തിലേക്കൊന്നും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു.
പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്തോ ആഗ്രഹിച്ചു, അതിന്ന് രാത്രി ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രസംഗം അപൂർണമല്ല ദൈവമക്കളെ. എനിക്ക് ഇത്രയല്ല, ദൈവത്തിന് ഇത്രയും ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. ഞാൻ എൻ്റെ അധ്യക്ഷനാകാം. ഞാൻ ഇന്ന് 2.5 മണിക്കൂർ പ്രസംഗിച്ചാലും ഇത് നടന്നില്ലെങ്കിൽ ബാക്കിയുള്ളൊരു കഥയില്ല. ഒറ്റ വാക്കിൽ യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് വിടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഒറ്റ വാക്കിൽ ഇന്ന് രാത്രിക്കാലം കൃപയിൽ നിൽക്കുന്നവരും ആദ്യമായി വന്നവരും, സ്തോത്രം, അതല്ല സത്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയവരും ആരുമാകട്ടെ, നിങ്ങൾ ഇന്ന് രാത്രിക്കാലം ദൈവസന്നിധിയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഊന്നിപ്പറഞ്ഞ ചില വാക്കുകൾ വെച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അത് തന്നെ നാളെ മുതലല്ല, ഇന്ന് രാത്രി മുതൽ സംഭവിക്കും. ഇത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ അവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിക്കാലം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് 2 മിനിറ്റ് ഞാൻ എടുക്കുള്ളൂ. ഈ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞു പോയാൽ നിങ്ങൾക്കൊരു ഭയങ്കര അനുഗ്രഹമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് അധ്യക്ഷൻ ചില കാര്യങ്ങൾ പറയും. ഒരു ആശീർവാദം കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഈ വരവ് അനുഗ്രഹമായിരിക്കും. കണ്ണുകൾ അടച്ച് എഴുന്നേറ്റ് നിൽക്കുന്നവർ അവിടേക്ക് ഒന്നും നോക്കണ്ട. അച്ഛൻ ആന്റിയെ നോക്കണ്ട, ആന്റി അച്ഛനെ നോക്കണ്ട. ആന്റിയെ ഇപ്പം വിടില്ല, ഞങ്ങൾ അച്ഛനെ ഇപ്പം വിടിയല്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിടുള്ളൂ. അങ്ങോട്ടും നോക്കണ്ട. ശ്രോത്രം, കണ്ണടച്ച് പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, ഒരു പണി എൻ്റെ വീട്ടിൽ നടക്കണം. വീടിൻ്റെ പണിയല്ല, ബാത്റൂമിൻ്റെ പണിയല്ല, എൻ്റെ വീട്ടിൽ ചെറിയ ദൈവം പണിയണം. അതോടുകൂടെ വീട്ടിൽ സമാധാനം വരുമെന്ന് ഹൃദയങ്ങളെ പണിയുന്നൊരു ദൈവമുണ്ട്. മനുഷ്യരെ തമ്മിൽ ഇണക്കി പണിയുന്നൊരു ദൈവമുണ്ട്. യെരൂശലേമിനെ കുറിച്ചൊരു വാക്യം ഞാൻ വായിച്ചിട്ടുണ്ട്. യെരൂശലേം പുരാതന നഗരമാണ്, ദൈവത്തിന്റെ നഗരമാണ്, രാജാവിന്റെ നഗരമാണ്. ആ നഗരത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്കിതാണ്. ഹല്ലേലൂയ. യെരൂശലേമേ, തമ്മിൽ ഇണക്കി പണിത നഗരമേ, ഈ രാത്രി പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നത് വരെയും എൻ്റെ അന്തരത്തിൽ വരാതിരുന്നൊരു വാക്ക് കൂടെ ഏതൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പറയാൻ ദൈവാത്മാവിന്റെ വായി തരുന്നതോട് പറയുക. എൻ്റെ ദൈവത്തിൻ്റെ പണി എന്ന് പറയുന്നത് തമ്മിൽ പിരിച്ചുള്ള പണിയല്ല, തമ്മിൽ ഇണക്കിയുള്ള പണിയാണ്. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എവിടെ മുതലാണ് തുടങ്ങേണ്ടത്? വയനാട്ടിലെ ദൈവസഭകളെ തമ്മിൽ ഇണക്കി പണിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തോട് മറുതലിക്കാത്ത ദൈവദാസന്മാരും ദൈവമക്കൾ ഇവിടെ ഉണ്ടോ? സ്തോത്രം. ആരുമാകട്ടെ, AGO, IPCO, ഷാരോണോ, ചർച്ച് ഓഫ് ഗോഡോ, ഇൻഡിപെൻഡന്റോ എന്തുമാകട്ടെ, ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ പരിപാടി എന്നെ വിശ്വസിക്കുന്നവനെ സ്തോത്രം തമ്മിൽ ഇണക്കി പണിയാൻ പോവുകയാണ്. ഇവിടെ വലിയൊരു മൂവ്മെന്റ് ഉണ്ടാകാൻ പോവുകയാണ്, ഒരു ഉണർവുണ്ടാകാൻ പോവുകയാണ്, തമ്മിൽ ഇണക്കി പണിയാൻ പോവുകയാണ്. ദൈവദാസന്മാരെ തമ്മിൽ കൃപ കൂടിയവരും കുറഞ്ഞവരും, പ്രവചനമുള്ളവരും ശുശ്രൂഷയുള്ളവരും, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവരും, സുവിശേഷകരും, പ്രവാചകരും, ഇടയിലടക്കത്താണ് ഇവിടെ. സ്വർഗം പറയുന്നു, 5 വിധ ശുശ്രൂഷകന്മാരെ തമ്മിൽ ഇണക്കി പണിയുന്നൊരു ദൈവമുണ്ട്. ഈ രാത്രി നിങ്ങളുടെ വേദി സ്വർഗം അത് അനൗൺസ് ചെയ്യുമ്പോൾ, ഡിക്ലെയർ ചെയ്യുമ്പോൾ, അതിൽ ചേർത്ത് ഇണക്കി പണിയുന്ന ഒരു കണ്ണിയാകാൻ ആഗ്രഹിക്കുന്നവർ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് ഒരുങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും തമ്മിൽ പിണങ്ങിയിരിക്കുന്നുണ്ടോ? മക്കളോട് വിട്ടില്ല, മരുമക്കളോട് വിട്ടില്ല. ഇടക്കിടക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരും. ചോദിക്കുന്നതിന് മാത്രം ഇഷ്ടപ്പെട്ട് മറുപടി പറയും. എന്തോ ഇണക്കമില്ലായ്മ. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഞാൻ പണിയാൻ ഇറങ്ങി വന്നവനാണ്. എങ്ങനെ പണിയാൻ? അപ്പനെ അമ്മയിൽ നിന്ന് അകറ്റാനല്ല, മക്കളെ മാതാപിതാക്കൾ അകറ്റാനല്ല, ഭാര്യയെ ഭർത്താവിൽ നിന്ന് തിരിക്കാനല്ല. ഞാൻ തമ്മിൽ ഇണക്കി പണിയുന്ന ദൈവമാണ്. പുറത്തു നിൽക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. സ്വന്തം തമ്മിൽ ഇണക്കി പണിയുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ആർക്ക് വേണം ഈ രക്ഷകനെ? ആർക്ക് വേണം ഈ അധ്യക്ഷനെ? ആർക്ക് വേണം ഈ പണിക്കാരനെ? രാത്രി നിന്റെ അടുത്ത് ഇറങ്ങി വരട്ടെ. നിന്നോട് നീ എന്തൊക്കെ ചെയ്താലും എന്തെങ്കിലും
യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ അടച്ച കരമടിക്കുന്നതൂടെ സ്വന്തം ചെയ്ത് പ്രാർത്ഥിച്ച സിസ്റ്റർ ബ്രദർ എല്ലാവരും പുറത്തു നിൽക്കുന്നവർ അകത്ത് നിൽക്കുന്നവർ എല്ലാവരും അധ്യക്ഷനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കൊരു അധ്യക്ഷൻ ഇല്ലാത്തതിന്റെ കുറവുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ ഒരു യോഗത്തിനും പോയിട്ട് യേശു അധ്യക്ഷനാണ് കേട്ടിട്ടില്ല. ഞാൻ മിടുക്കനായത് കൊണ്ടല്ല, ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്കിത് തരുന്നത് കൊണ്ടാണ്. അധ്യക്ഷൻ വന്നിട്ടുണ്ട്. അവൻ നിന്റെ കുടുംബത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയോ അതോട് കൂടെ നിന്റെ വരുമാനത്തിൽ മാറ്റം വരൂ, നിന്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരൂ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്ക് മാറ്റം വരൂ, നിന്റെ ഉന്നതമായ വരുമാനത്തിൽ എത്തിക്കും, നിന്റെ സ്പിരിച്വാലിറ്റി മാറും, നിങ്ങളുടെ ദൈവകൃപ ഇറങ്ങും, നിന്റെ ബിസിനസ് ഡെവലപ്പ് ആകും. കാരണം അധ്യക്ഷൻ മാറി. പത്രോസിനോട് ചോദിക്കൊരിക്കൽ കൂടെ പഴയ പടല്, പഴയ വല, പഴയ കടല്, പിന്നെ എന്താ മാറ്റം വന്ന്? അധ്യക്ഷൻ മാറി. ഇന്ന് രാവിലെ വരെ ഞാനായിരുന്നു ഈ പടകിന്റെ അധ്യക്ഷൻ. എന്നാൽ ഇപ്പോൾ ഇതിന്റെ അധ്യക്ഷൻ ഞാനല്ല, പത്രോസല്ല, ഇതിന്റെ അധ്യക്ഷൻ യേശുവാണ്. പടകിന്റെ അധ്യക്ഷൻ മാറിയതോട് കൂടെ ശൂന്യതകൾ മാറിയത് പോലെ വിട്ടുകൊടുക്ക്. ആരുടെ മുമ്പിൽ തലക്കണം കാണിക്കുന്നത്? എല്ലാ ദൈവദാസന്മാരും എല്ലാ കർത്തൃദാസന്മാരും വിട്ടുകൊടുത്തുള്ളതാണ്. അപ്പാ അധ്യക്ഷനായ എന്റെ ശരീരത്തിന്റെ വേദന മാറട്ടെ. സകല മൈഗ്രേനുകളും എല്ലാ തലവേദനകളും തലയോട്ടി കിടന്ന് തേനീച്ച കൂടുപോലെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ വ്യാപരിക്കുന്നു ചില വ്യാപാര ശക്തികളെ രാത്രി എന്റെ അധ്യക്ഷൻ സൗഖ്യമാക്കണമെന്നാൽ സൗഖ്യമാക്കും, ജീവിപ്പിക്കേണ്ടി വന്നാൽ ജീവിപ്പിക്കും, ഉയർത്തണമെന്നാൽ ഉയർത്തും. അങ്ങനെ എല്ലാ ടൂൾസുമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പുറത്തു നോക്കുന്നവരെല്ലാം വിടുതല ലഭിക്കട്ടെ. ഈ യോഗത്തിൽ വന്നോ, ഈ കോമ്പൗണ്ടിൽ കയറിയവർ, വഴിയോരത്തിൽ വണ്ടിയിട്ട് കേൾക്കുന്നവർ ആരാണെങ്കിലും യേശു അധ്യക്ഷനാണ്. ഞങ്ങളുടെ ഒരു വിഗ്രഹമല്ലവേ, അവൻ ഞങ്ങളുടെ അധ്യക്ഷനാണ്. പരിശുദ്ധ പിതാവേ, എല്ലാവരും കരമടിച്ച് ആരാധിക്കുന്നു. ഞാൻ ഈ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, സ്വന്തത്താലെ സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഈ സംഘടന, ഈ കൊല്ലത്തെ യോഗം ഒരു വിടുതലിന്റെ യോഗമാണ്. ഇതൊരു ഉണർവിന്റെ യോഗമാണ്. ഇത് യേശു നേരിട്ട് നടത്തുന്ന യോഗമാണ്. അത് ദൈവം തെളിയിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സംഘടന മാത്രമല്ല, ഈ വയനാട്ടിലെ സകല സഭകൾ, സകല ദൈവദാസന്മാർ എല്ലാവരും തമ്മിലിണക്കി പണിയപ്പെട്ട് ഒരു വലിയ ദൈവപ്രവൃത്തി ഇവിടെ നടക്കട്ടെ. യേശു അധ്യക്ഷനായ കുടുംബങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ, ഇവിടെ ഉണ്ടാകട്ടെ. എല്ലാവർക്കായി സ്തോത്രം. പ്രവർത്തിച്ചിട്ട് ഒരാത്മാവിനെ പോലെ കിട്ടാത്ത അന്ധകാര ശക്തികൾ വേടി കെട്ടിയിരിക്കുന്ന ചില ദേശത്ത് നിന്ന് ചിലർ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടെ യായിറോസിന്റെ വീട്ടിലേക്ക് പോയവർ പോട്ടെ. അവിടെ ചില കാലുകൊണ്ടേ ചില ദുഷ്ട ശക്തികളെ പറഞ്ഞ് ഇറക്കി വിടട്ടെ. ആത്മഭാരമുള്ള ദൈവദാസന്മാരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് പൈശാചിക വ്യാപാരങ്ങൾ, അന്യാരാധന വ്യാപാരങ്ങൾ യേശുവിന്റെ അധ്യക്ഷൻ ഇറക്കി വിടട്ടെ. ചെയ്യുന്നതിന് നന്ദി മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമടിച്ച് തന്നെ